ഒരു ദിവസം ഒരുപാട് സ്വഹാബത്തെ കിറാം റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ പ്രവാചകരെ, പണക്കാരാകുന്ന ആളുകള് ഇഷ്ടംപോലെ കാശ് സംഭാവന ചെയ്തുകൊണ്ട് അവരൊക്കെ സുവലോക സ്വർഗം സമ്പാദിക്കുന്നു. നബിയെ, ഞങ്ങളൊക്കെ പാവങ്ങളാ, ഞങ്ങൾക്ക് സ്വതക്ക കൊടുക്കാനോ സംഭാവന കൊടുക്കാനൊന്നും ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല നബിയെ. ഇത് കേട്ടപ്പം അള്ളാന്റെ റസൂൽ അവിടെ വിഷമം കണ്ടപ്പോ പറഞ്ഞു, സ്വഹാബ, അതിനെന്തിനാ നിങ്ങൾ ടെൻഷൻ അടിക്കണത്, എന്തിനാ പ്രയാസപ്പെടുന്നത്? നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോ, അൽഹംദുലില്ലാഹ് ചൊല്ലിക്കോ, അല്ലാഹു അക്ബർ ചൊല്ലിക്കോ. ഇതൊക്കെ സ്വതക്കയാണ്. നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, കിടന്നുറങ്ങുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. ഇങ്ങനെ നിങ്ങൾ ചൊല്ലി നോക്ക്, അതൊക്കെ സ്വതക്കയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനധികം പറയണത്? ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കുകയാണെങ്കിൽ അതും സ്വതക്കയാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മനസ്സിലാക്കിയവരാണ് ഈ നാട്ടിലുള്ള ആളുകൾ, അഥവാ ബങ്കരയിലുള്ള ആളുകൾ. എനിക്കല്ലോ അറിയാം. കാരണം എന്താ, എല്ലാവരും ഒരു പുഞ്ചിരിയോടുകൂടിയാണ് മറ്റുള്ളവരെ സമീപിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ചില നാട്ടിൽ പോയിട്ടുണ്ടാവും, ചില ആളുകളുണ്ടാവും, മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ ഇല്ല, എന്തിനാ വെറുതെ മസില് പിടിച്ച് നടക്കുന്നത് അല്ലേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ചില ആളുകൾക്ക് തോന്നാണ്, ഞാനിപ്പോ ആരാ, ഞാന് കഥാപ്രസംഗം പറഞ്ഞ മൂല്യാരി, ഇന്നെ കണ്ട എല്ലാരും ബഹുമാനിക്കണോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോഴാണ് പഴയ കാലത്ത് ഒരു കവി പാടിയത് ഓർമ്മയായത്. പൊട്ടാനി മുന്തുള്ളി പിഞ്ചോരക്കട്ട, പിന്നിയെ കാഷ്ടം ചുമന്നൊരു കൊട്ട. നമുക്ക് അഹങ്കരിക്കാൻ എന്ത് മാർഗമുള്ളത്? പൊട്ടാ, നീ മുന്തുള്ളി പിഞ്ചോരക്കട്ട, നീ ആദ്യം 2 തുള്ളി ഇന്ദ്രിയ തുള്ളിയായിരുന്നു, പിന്നെ നീ ചോരക്കട്ടയായി. പടച്ച റബ്ബ് നിന്നെ സൃഷ്ടിച്ച് ഭൂമി ലോകത്തേക്ക് വിട്ടപ്പോ പിന്നിയെ കാഷ്ടം ചുമന്നൊരു കൊട്ട. കാഷ്ടം ചുമന്നൊരു കൊട്ടയാണ് നമ്മൾ, അല്ലേ? അതല്ലേ വാസ്തവാണെന്ന്. ആ നമ്മുടെ ഗ്യാരണ്ടി, നമ്മുടെ പവർ, നമ്മുടെ തണ്ടും തടിയും, നമ്മുടെ ഈ ആരോഗ്യം, അതൊക്കെ കാഷ്ടത്തിന്റെ പവറാ, അല്ലേ? സത്യല്ലേ? സത്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് രാവിലെ വയറ്റിലൊന്നോട് പോയി, രാവിലെ ഒന്ന് ലൂസായിട്ടോട് പോയി നോട്ടിക്കോളി, അല്ലേ? ഒരു പ്രാവശ്യം പോയി, അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഒന്നും കൂടി പോയി, പിന്നെ അരമണിക്കൂർ കഴിഞ്ഞാൽ ഒന്നും കൂടി പോയി, 3 പ്രാവശ്യം പോയാൽ നല്ല തണ്ടും തടിയുള്ള ഞാനാണെങ്കിലും ശരി, പിന്നെ ബാത്റൂമിൽ നിന്ന് വരുന്ന ചുമര് ഇങ്ങനെ പൊടിച്ചോണ്ടേക്കാരോ. പെണ്ണുങ്ങൾ ചോദിക്കും, എന്താണ് ഒന്നുമില്ല, ഈ ഒരു കാര്യം ചെയ്യ്, രസം കഞ്ഞി തീമരുട്. എന്ത് പറ്റി? ഒരു 2-3 പ്രാവശ്യമായി ഇപ്പൊ വയറ്റുന്ന് പോണ്, എണീറ്റ് നടക്കാനില്ല, കഴിവില്ല. ഇതാണ് നമ്മളെ അവസ്ഥ. അപ്പൊ അഹങ്കരിക്കേണ്ട ആവശ്യം ഒന്നുമില്ല. എല്ലാവരോടും പുഞ്ചിരിച്ചോളൂ. അത് സ്വതക്കയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ മഹാന്മാരായ സ്വഹാബത്ത് റസൂലുള്ളാഹിയോട് ഒന്ന് പറയാ, അതുകൊണ്ട് നബിയെ ഞങ്ങൾക്ക് ഒന്നും സ്വതക്ക കൊടുക്കാനില്ല, ചൊല്ലിക്കോ സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തിനൊക്കെ സന്തോഷമായി. സന്തോഷത്തോട് കൂട്ടുപോയി വിട്ടുപോയിട്ട് അവരിങ്ങനെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇതിങ്ങനെ ചൊല്ലാൻ തുടങ്ങിയപ്പോ പണക്കാരാകുന്ന ആളുകൾ അറിഞ്ഞു, അവരിങ്ങനെ ചൊല്ലിയിട്ട് സ്വർഗം സമ്പാദിക്കുന്നുണ്ട്. ഉടനെ പണക്കാരാകുന്ന ആളുകളും തുടങ്ങി എന്ത്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലല്. അപ്പം പാവപ്പെട്ട സ്വഹാബത്ത് പിന്നെ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഓടി വന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ പ്രവാചകരെ, ഞങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലൽ തുടങ്ങിയപ്പോ പണക്കാരും സുബ്ഹാനല്ലാഹ് ചൊല്ലൽ തുടങ്ങി. ഇപ്പൊ അവര് സ്വതക്കയും കൊടുക്കുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നുണ്ട്. ഞങ്ങൾക്ക് അപ്പോഴും നബിയെ സ്വർഗം കിട്ടൂലേ? അപ്പൊ റസൂലുള്ളാഹിക്ക് ദേഷ്യം പിടിച്ചു. കാരണം അവര് തുച്ചിയിലാണല്ലോ. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബ, നിങ്ങളോട് ആര് പറഞ്ഞു അവർ ചെല്ലുന്ന സുബ്ഹാനല്ലാഹ്ക്കും നിങ്ങൾ ചെല്ലുന്ന സുബ്ഹാനല്ലാഹ്ക്കും ഒരേ പ്രതിഫലമാണെന്ന് എന്ന് പറഞ്ഞ് അവർ തിരിച്ചയച്ചു. അങ്ങനെ ഓരോ ദിവസവും പല രസകരമായ സംഭവം റസൂലുള്ളാഹിന്റെ മുമ്പിൽ നടക്കാറുണ്ട്. അന്നും പതിവ് പോലെ അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തെ കിറാമിന് ഓരോ ഉപദേശ നിർദ്ദേശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ സദസ്സിലേക്ക് അതാ സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്ന ചരിത്രം പറയുന്നു. ഒരു ദിനം നബിയുള്ള മദീനത്തുൽ മുനവ്വർ അറിവത് നൽകിടും സമയത്തിൽ ഒരു യുവതി വേഗം റസൂലിന്റെ സവിധം സലാമുദിയാതെ ബോടെ വന്നെത്തി. ഒരു ദിനം നബിയുള്ള മദീനത്തുൽ മുനവ്വർ അറിവത് നൽകിടും സമയത്തിൽ ഒരു യുവതി വേഗം റസൂലിന്റെ സവിധം
വന്നെത്തി സലാമോദിയാദവോടെ വന്നെത്തി അസ്സലാമു അലൈക്കും യാ നബി അസ്സലാമു അലൈക്കും യാ റസൂൽ അസ്സലാമു അലൈക്കും യാ നബി അസ്സലാമു അലൈക്കും യാ റസൂൽ ഒരു ദിനം നബിയുള്ള മദീനത്തുൽ മുനവ്വർ അറിവത് നൽകിടും സമയത്തിൽ ഒരു യുവാതിവേദം റസൂലിന്റെ സവിധം സലാമോദിയാദവോടെ വന്നെത്തി സലാമോദിയാദവോടെ വന്നെത്തി മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിന് എന്തോ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. സ്വഹാബത്തെ കിറാമാണെങ്കിലോ നിങ്ങൾ ഇരിക്കും പോലെ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക. റസൂലുള്ളാഹിന്റെ അസത്യത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാത്ത ആ ചെഞ്ചുണ്ടുകളിൽ നിന്ന് അടർന്നു വീഴുന്ന മുത്തുമണികൾ അത് പൊറുക്കിയെടുക്കാൻ വേണ്ടി സ്വഹാബത്തെ കിറാം ക്ഷമയോടുകൂടി റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. ആ സദസ്സിലേക്കാണ് ആ സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മളെങ്ങാനും ആ ചെറുപ്പക്കാരനെ കാണുകയാണെങ്കിൽ വിളിയോ താമരയിതളോ എന്തൊരു സുന്ദര രൂപമിവദനോ അഴകിൻ്റെ തൂവലണഞ്ഞൊരു പൈങ്കിളി പോൽ മേനി അമ്പിളിയോ താമരയിതളോ എന്തൊരു സുന്ദര രൂപമിവദനം അഴകിൻ്റെ തൂവലണഞ്ഞൊരു പൈങ്കിളി പോൽ മേനി അമ്പിളിയോ താമരയിതളോ എന്തൊരു സുന്ദര രൂപമിവദനം അഴകിൻ്റെ തൂവലണഞ്ഞൊരു പൈങ്കിളി പോൽ മേനി 14-ാം രാവ് ഭൂമിയിലേക്ക് ഉദിച്ചു വന്നതാണോ? ഇത്രയേറെ സൗന്ദര്യമുള്ളൊരു മനുഷ്യനോ? എങ്കിൽ അദ്ദേഹം ഇന്റെ അടുക്കൽ ഇരുന്നാലും ഇങ്ങോട്ടിരിക്കുന്നു. നമ്മളെല്ലാരും അദ്ദേഹത്തെ നമ്മുടെ അടുത്ത് ഇരുത്താൻ വേണ്ടി പരിശ്രമിക്കും. അത്രയേറെ സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ആ സദസ്സിലേക്ക് കയറി വരുന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ സഹോദരിമാരെങ്ങാനും ആ ചെറുപ്പക്കാരനെ കാണുകയാണെങ്കിലോ ചുണ്ടുകളിൽ ചുടു ചുംബനമേകാൻ വഴിയെന്തുണ്ട് ചേലാർന്ന മേനിയ തഴുകാൻ മാർഗവും എന്തുണ്ട് അമ്പിളിയോ താമരയിതളോ എന്തൊരു സുന്ദര രൂപമിവദനോ അഴകിൻ്റെ തൂവലണഞ്ഞൊരു പൈങ്കിളി പോൽ മേനി അമ്പിളിയോ താമരയിതളോ എന്തൊരു സുന്ദര രൂപമിവദനം അഴകിൻ്റെ തൂവലണഞ്ഞൊരു പൈങ്കിളി പോൽ മേനി തമ്പുരാനെ, ഇതൊരു മനുഷ്യൻ തന്നെയാണോ? അല്ലാ, ഇങ്ങനൊക്കെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ പടച്ചോനെ, അയാൾ എന്റെ ജീവിത പങ്കാളിയായി വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാ, രാപ്പകരില്ലാതെ ആ മനുഷ്യൻ തന്റെ പങ്കാളിയായി കിട്ടാൻ വേണ്ടി ഓരോ സഹോദരിമാരും പ്രാർത്ഥിക്കുന്ന ഇത്രയേറെ സൗന്ദര്യമുള്ള സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരനാണ് ആ സദസ്സിലേക്ക് കടന്നു വരുന്നത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. സർവ്വ സ്വഹാബത്തെ കിറാമു ഇവിടെ സ്ഥലമുണ്ട്, ഇങ്ങോട്ട് ഇരിക്കുന്നു. സർവ്വ സ്വഹാബത്തെ കിറാമും ആ ചെറുപ്പക്കാരനെ തന്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് സ്ഥല സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നാൽ ആ ചെറുപ്പക്കാരൻ അവിടെ എവിടെയും ഇരിക്കാതെ മന്ദം മന്ദം മല്ലേ മല്ലേ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് നടന്നു വന്നു. അള്ളാന്റെ റസൂല് അയാളെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. ആളുകളൊക്കെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയം അള്ളാന്റെ റസൂല് ആ ചെറുപ്പക്കാരനെ അടി മുതൽ മുടി വരെ ഒന്ന് നോക്കി, എന്നിട്ട് വിളിച്ചു, ആബിദേ. അദ്ദേഹത്തിന്റെ പേരാണ് ഫളലൂനുൽ ആബിദ് റളിയല്ലാഹു അൻഹു. ആ സുന്ദരനും സുമുഖനുമായ ആ ചെറുപ്പക്കാരനെ അള്ളാന്റെ റസൂൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആബിദേ, അല്ലാഹു തആല സൗന്ദര്യം സൃഷ്ടിച്ചു. എന്നിട്ട് ആ സൗന്ദര്യത്തിനെ 100 ഭാഗമാക്കി 99 ഭാഗവും അള്ളാഹ് എടുത്തു. ബാക്കി 1 ഭാഗമാണ് ഈ പ്രപഞ്ചത്തിലേക്ക്
നിയോഗിച്ചത്. എന്നാൽ ഭൂമിയിലേക്ക് ഇറക്കിയ ആ സൗന്ദര്യത്തിന് പ്രധാനമായിട്ടും 4 ഓഹരി വെച്ചു. ആ 4 ഓഹരി വെച്ചു എന്ന് ആബിദ് റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോൾ അല്ലാഹു സൗന്ദര്യം സൃഷ്ടിച്ചു വെച്ചല്ലോ, അത് 4 പേർക്കായി ഭാഗിച്ചു തന്നല്ലോ. അല്ലാഹു സൗന്ദര്യം സൃഷ്ടിച്ചു വെച്ചല്ലോ, അത് 4 പേർക്കായി ഭാഗിച്ചു തന്നല്ലോ. ആരെല്ലാമാണ് 4 പേരെന്നുള്ള ആബിദിൻ ചോദ്യത്തിൻ മറുപടി റസൂലുള്ള. ആരെല്ലാമാണ് 4 പേരെന്നുള്ള ആബിദിൻ ചോദ്യത്തിൻ മറുപടി റസൂലുള്ള. അല്ലാഹു സൗന്ദര്യം സൃഷ്ടിച്ചു വെച്ചല്ലോ, അത് 4 പേർക്കായി ഭാഗിച്ചു തന്നല്ലോ. അല്ലാഹു സൗന്ദര്യം സൃഷ്ടിച്ചു വെച്ചല്ലോ, അത് 4 പേർക്കായി ഭാഗിച്ചു തന്നല്ലോ. ആരെല്ലാമാണ് 4 പേരെന്നുള്ള ആബിദിൻ ചോദ്യത്തിൻ മറുപടി റസൂലുള്ള. ആരെല്ലാമാണ് 4 പേരെന്നുള്ള ആബിദിൻ ചോദ്യത്തിൻ മറുപടി റസൂലുള്ള. അല്ലാഹു തആല സൗന്ദര്യത്തിനെ സൃഷ്ടിച്ചു. എന്നിട്ടോ 100 ഭാഗമാക്കി 99 ഭാഗം അല്ലാഹു എടുത്തു. ശ്രദ്ധിക്കണേ. എന്നിട്ട് ഒരു സൗന്ദര്യം, ഒരു ഭാഗം മാത്രം പ്രപഞ്ചത്തിലേക്ക് ഇറക്കിയത്. ആ സൗന്ദര്യം നമ്മൾ ഈ കാണുന്ന സൗന്ദര്യങ്ങളൊക്കെ അപ്പൊ അള്ളാന്റെ സൗന്ദര്യത്രേക്കാരം പടച്ച റബ്ബിന്റെ ലിഖാ കണ്ട് സന്തോഷിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ റസൂൽ പറയാ, ആബിദേ, അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറക്കിയ സൗന്ദര്യത്തിന് പ്രധാനമായിട്ടും 4 ഓഹരിയാക്കി. എന്നിട്ടോ അത് 4 ആളുകൾക്ക് ഓഹരി വെച്ച് കൊടുത്തു. ഉടനെ ആബിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആരൊക്കെയാണ് ആ 4 അവകാശികൾ? ഉടനെ റസൂൽ മറുപടി പറയുന്നു, ആദ്യം ആദം നബിയും യാക്കൂബിൻ മകനും യൂസുഫ് നബിയും അഷ്റഫുൽ ഖൽഖായ ത്വാഹ നബിയും അഴകിലും അഴകായ ആബിദേ നീയും. അല്ലാഹു സൗന്ദര്യം സൃഷ്ടിച്ചു വെച്ചല്ലോ, അത് 4 പേർക്കായി ഭാഗിച്ചു തന്നല്ലോ. ആരെല്ലാമാണ് 4 പേരെന്നുള്ള ആബിദിൻ ചോദ്യത്തിൻ മറുപടി റസൂലുള്ള. അല്ലാഹു സൗന്ദര്യം സൃഷ്ടിച്ചു വെച്ചല്ലോ, അത് 4 പേർക്കായി ഭാഗിച്ചു തന്നല്ലോ. ആരെല്ലാമാണ് 4 പേരെന്നുള്ള ആബിദിൻ ചോദ്യത്തിൻ മറുപടി റസൂലുള്ള. ആരൊക്കെയാണ് പ്രവാചകരെ 4 അവകാശികൾ എന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ആബിദേ, ഒന്ന് മഹാനായ ആദം നബി അലൈഹിസ്സലാം, മറ്റൊന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മകനായ യൂസുഫ് നബി അലൈഹിസ്സലാം, മറ്റൊന്ന് അന്ത്യപ്രവാചകനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. 4ാമത്തെ അവകാശി താങ്കളാണ് ആബിദേ. ആബിദിനോട് പറഞ്ഞു, 4ാമത്തെ അവകാശി ആബിദേ താങ്കളാ. ഇത് കേൾക്കേണ്ട താമസം ആബിദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ കരങ്ങളിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു, പടച്ച റബ്ബേ, നീ എനിക്ക് കനിഞ്ഞു നൽകിയ ഈ സൗന്ദര്യം ഒരിക്കലും എന്നെ ദുരഭിമാനിയാക്കി തീർക്കാതിരിക്കട്ടെ, ഒരിക്കലും എന്നെ അഹങ്കാരിയാക്കി തീർക്കാതിരിക്കട്ടെ, നിന്നെ നമിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും എന്നെ പിറകോട്ട് വലിച്ചു കൊണ്ട് പോവാതിരിക്കട്ടെ. പടച്ച റബ്ബേ, നിനക്ക് ഇബാദത്ത് എന്ന വിഷയത്തിൽ ഒരിക്കലും എന്നെ പരാജയപ്പെടുത്തല്ല അല്ലാഹ്. ആബിദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മളൊക്കെ ആണെങ്കിലോ, നമ്മളൊക്കെ ആരോടെങ്കിലും ഇപ്പൊ ഞാൻ പറയാ, റാഷിദെ അല്ലെങ്കിൽ ത്വാഹിറിനെ വിളിച്ചു പറയാ, ത്വാഹിറെ അന്നൊക്കെ കാണാന് നമ്മള് സൽമാൻ ഖാന്റെ കട്ടുണ്ടല്ല എന്ന് പറഞ്ഞാല് 4 ആഴ്ച ഫ്രീ ആയിട്ട് പാടാൻ പോരുമോ? നമ്മളെ അവസ്ഥ അങ്ങനെയാണ് അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെ തന്നെ. ഇപ്പൊ ഇങ്ങോട്ടാണെങ്കിൽ പറയാം, നിങ്ങളെ കാണാൻ നല്ല മമ്മൂട്ടിന്റെ ലുക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാല്, ഞാനാണെങ്കിലും എന്തെങ്കിലും ചായ പൈസ കീസിട്ട് കൊടുക്കും, ഇതിന്റെ വകാട് വെച്ചോ അല്ലേ? ഇതൊക്കെയാണ് നമ്മളെ അവസ്ഥ. ആബിദ് റളിയല്ലാഹു അൻഹു അത്രക്കാരനല്ല. അദ്ദേഹം അഹങ്കരിച്ചില്ല. അദ്ദേഹത്തിന്റെ അഹങ്കാരം എന്താണെന്ന് അറിയില്ല. ദുരഭിമാനം അയാൾ ചെയ്യാറില്ല. ഒരു മനുഷ്യന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ വളരെ വിനയത്തോടെ അതബോടുകൂടി
കീപ്പോട്ട് മാത്രം നോക്കിയിട്ട് നടന്നു പോകുന്നു. കാരണം എന്താ? തന്റെ കാലിന്റെ ചവിട്ടടിയിൽപ്പെട്ട് ഒരു ഉറുമ്പ് പോലും ചതഞ്ഞറിഞ്ഞു പോകാൻ പാടില്ല. ആബിദ് റളിയല്ലാഹു അൻഹു നിർബന്ധമാ. ഒരു മനുഷ്യനോട് സംസാരിക്കുകയാണെങ്കിൽ വിനയത്തോടെ വിനയാന്യതനായിക്കൊണ്ടേ അദ്ദേഹം ഒരാളോട് സംസാരിക്കുകയുള്ളൂ. നല്ലൊരു മനുഷ്യൻ സുന്നത്ത് നോമ്പ് പോലും ഒഴിവാക്കാറില്ല, സുന്നത്ത് നിസ്കാരം പോലും അദ്ദേഹം ഒഴിവാക്കാറില്ല. ഏത് മരം കോച്ചുന്ന തണുപ്പാണെങ്കിലും ശരി, ഏത് പരിപൊടി കൊള്ളുന്ന വെയിലാണെങ്കിലും ശരി, ഏത് കോരിച്ചൊരിയുന്ന പേമാരിയാണെങ്കിലും ശരി, പടച്ച റബ്ബിനെ അറിഞ്ഞാരാധിക്കുന്ന ഒരു മനുഷ്യൻ ഫളലൂനുൽ ആബിദ് റളിയല്ലാഹു അൻഹു, തികഞ്ഞൊരു ത്യാഗിയായ നല്ലൊരു മനുഷ്യൻ. ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞത്, ആബിദേ, അല്ലാഹു തആല സൗന്ദര്യം 4 ഭാഗമാക്കി, അതിൽ പ്രധാനപ്പെട്ട ഒരു അവകാശി താങ്കളാ എന്ന് പറഞ്ഞപ്പോ ആബിദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് വീഴുകയാ. അള്ളാന്റെ റസൂൽ ആബിദ് റളിയല്ലാഹു അൻഹുവിന്റെ പൊട്ടിക്കരച്ചിൽ കണ്ടപ്പോൾ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ചേർത്ത് പിടിച്ച് ആ സദസ്സിലേക്ക് ഇങ്ങനെ നോക്കി. എന്നിട്ട് ചോദിച്ചു, അലി ഉണ്ടവിടെ? എവിടെ അലി? ആ സദസ്സിന്റെ വേക്കിലുണ്ടായിരുന്നു മഹാനായിരിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാൻ ഇവിടെ ഉണ്ട് നബിയേ. താലി അലി. അലിയ തങ്ങൾ അടുത്തേക്ക് വന്നപ്പോ മഹാനായിരിക്കുന്ന ഫളലൂനുൽ ആബിദ് റളിയല്ലാഹു അൻഹു ചേർത്ത് പിടിച്ചുകൊണ്ട് അലിയ തങ്ങളോട് പറഞ്ഞു, അലിയെ, മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഈ നിൽക്കുന്ന ആബിദ് റളിയല്ലാഹു അൻഹു വലിയൊരു വിപത്ത്, വലിയൊരു ആപത്ത് വരാൻ പോകുന്നു. ആ സമയത്ത് ഇദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത അലിയെ നിങ്ങൾക്കാണെന്ന് അലിയാർ തങ്ങളോട് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തപ്പോൾ മുഹമ്മദ് മുസ്തഫ ത്വാഹ തങ്ങളെ ഹാലറത്തി മുത്തലിയാരെ വിളിച്ചു വസിയത്തോതുന്നേ. ഖത്താബുമർ ഖിലാഫത്തത് നാളി വലിയ വിപത്ത് എത്തും, രക്ഷകവാടം നിങ്ങളിലാവുന്നേ. മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഹാലറത്തിൽ മുത്തലിയാരെ വിളിച്ചു വസിയത്തോതുന്നേ. ഖത്താബുമർ ഖിലാഫത്തത് നാളിൽ വലിയ വിപത്ത് എത്തും, രക്ഷകവാടം നിങ്ങളിലാവുന്നേ. വന്ന് ജിബീരിൽ എന്നിലോതിയ കഥ ഇത് നിങ്ങൾ കേട്ടിടണേ. വലിയ പുരാനിൽ നിന്നുള്ള ഒരു വിധിയാണെന്ന് തോർത്തിടണേ. ഫളലുൽ ആബിദ് കഥ കേട്ട് പെരിയവനെ നീ കാത്തിടണേ. പുണ്യ റസൂലും മുത്തു സഖാക്കളും അന്നവനോടിരബോധുന്നേ. കാലചക്രം നീങ്ങിടുന്നേ, കാറ്റും ഗതിയും മാറിയിടുന്നേ. മുത്തു മുഹമ്മദ് മുസ്തഫ ത്വാഹ തങ്ങളെ ഹാലറത്തിൽ മുത്തലിയാരെ വിളിച്ചു വസിയത്തോതുന്നേ. ഖത്താബുമർ ഖിലാഫത്തത് നാളിൽ വലിയ വിപത്ത് എത്തും, രക്ഷകവാടം നിങ്ങളിലാവുന്നേ. മഹാനായിരിക്കുന്ന അലിയാർ തങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു, അലിയെ, ഈ നിൽക്കുന്ന ആബിദ് റളിയല്ലാഹു അൻഹുവിന് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ വലിയൊരു അപകടം വരാനിരിക്കുന്നു. അന്ന് ഇദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത അലിയെ നിങ്ങൾക്കാ. ഇത് കേൾക്കേണ്ട താമസം അലിയാർ തങ്ങൾ ഉടനെ തന്നെ കൈ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, പടച്ച റബ്ബേ, അള്ളാന്റെ റസൂൽ എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യം, അത് നിർവഹിക്കാനുള്ള മഹാഭാഗ്യം നീ എനിക്ക് നൽകണേ അല്ലാ. അവിടെ കൂടിയ സർവ്വ സ്വഹാബത്തെ കിറാമും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, ആമീൻ യാ റബ്ബൽ ആലമീൻ. വർഷങ്ങൾ കഴിഞ്ഞു. തന്റെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് 63-ാമത്തെ വയസ്സിൽ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. പിന്നെ ഖലീഫയായി വന്നതാരാ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 2 കൊല്ലവും 3 മാസവും 8 ദിവസവും അദ്ദേഹം നല്ല രൂപത്തിൽ ഭരണം നടത്തി. മഹാനായ സിദ്ദീഖ് തങ്ങളും വഫാത്തായി. പിന്നീട് ഖലീഫയായി വന്നത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നീതിമാന്മാരുടെ നീതിമാനായ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ. അറബിക്കുലത്തിലെ ഇരുമ്പിന്റെ കടുകട്ടിയായിരിക്കുന്ന ഉമർ, മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങള് രാജ്യം ഭരിക്കുന്ന ആ ഒരു കാലഘട്ടം അല്ലേ? മഹാനായ ഉമർ ഫാറൂഖ് തങ്ങളെ കഥയൊക്കെ ഒരു ദിവസം ഫുള്ളായിട്ട് പറയണ്ട നമുക്കത്. ആരാ ഉമറുൽ ഫാറൂഖ് തങ്ങള്? ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ചരിത്രം പറയാ, ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഉമറിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരാളും ഉമറെ എന്ന് വിളിക്കില്ല. വിളിച്ചാൽ ആ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങള് വാൾ ഊരിക്കൊണ്ട് ആ വിളിച്ചവന്റെയും വിളിച്ചവന്റെ വാപ്പാടെയും
വാപ്പാടെ വാപ്പാനി കൊന്നല്ലാതെ ആ വാള് ഉറയിലേക്ക് തിരിച്ചു വരില്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങള് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഇതൊന്നും വെറുതെ പറയല്ല, ഇതൊക്കെ കിസ്സപ്പാട്ട് തന്നെയാണ്, ചരിത്രം അത് തന്നെയാണ് നമ്മളൊക്കെ പഠിച്ചതും. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരാളും ഉമറെ എന്ന് വിളിക്കില്ല. അഥവാ വിളിച്ചാലവനെ ആ സാത്തിൽ കൊല്ലും ഞാൻ, വെറുപ്പാലവന്റെ കുടുംബം മൂടിക്കും ഞാൻ. സാത്തിൽ കൊല്ലൂ ഞാൻ, വെറുപ്പാലവന്റെ കുടുംബം മൂടിക്കും ഞാൻ. വളരെ ശുചായികൾ മേലെ ശുചായി ഞാൻ, വമ്പന്മാർക്കൊക്കെയോ മേലായ വമ്പൻ ഞാൻ. ഉമർ ഖിസ്സാണ് പാടിയത്. ഉമർ ഖിസ്സ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ നബിനോട് പറയാ, നബിയെ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ ഉമറേന്ന് വിളിക്കൂല, വിളിച്ചാൽ അവന്റെ വാപ്പാടെ വാപ്പാനി കൊന്നല്ലാതെ ഞാൻ ആ ആള് ഉറയിലേക്ക് വെക്കില്ല നബിയെ. അത്രയും ധീരനായിരുന്നു മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ. അതുകൊണ്ടല്ലേ ഇപ്പോഴും നമ്മളെ നാട്ടിലൊക്കെ ചെറിയ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ അങ്ങനെ കരയാണെങ്കിൽ നമ്മൾ പറയില്ലേ, പോത്താമ്പി വരും. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയും, വേഗം ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ പോത്താമ്പി വരും. ഇവിടെ എന്താ അവസ്ഥ പറയില്ല, അങ്ങനെ പറയണ്ട, കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും, പല നാട്ടിലും അങ്ങനെ ഉണ്ടാവും. എന്നാൽ അമേരിക്കയിൽ ഇന്നും കുട്ടികള് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ അവരെന്താ പറയണെന്ന് അറിയോ? ഓർ ബോയ് ഉമർ കമ്മിങ്, മോനെ ഭക്ഷണം കഴിച്ചോ, ഉമർ വരും. ഇപ്പോഴും പേടി സ്വപ്ന. അതുകൊണ്ടല്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഗാന്ധിജിയോട് പത്രക്കാര് ചോദിച്ചില്ലേ, നിങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ, ഏത് രൂപത്തിലുള്ള ഭരണ കൊണ്ടുവരുന്നത് ചോദിച്ചപ്പോ ഗാന്ധിജി പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ ഉമറിന്റെ ഭരണമാണ് ഇവിടെ കൊണ്ടുവരിക. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ, നീതിമാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ. ആ ഉമറുൽ ഫാറൂഖ് തങ്ങൾ രാജ്യം ഭരിക്കണ ആ കാലഘട്ടത്തിൽ നമ്മുടെ കഥാപാത്രമായ ഫളുൽ ആബിദ് റളിയല്ലാഹു അൻഹു എന്നും പള്ളിയിലേക്ക് പോകുന്നത് ഒരു ഇടവഴിയിലൂടെ. അന്നും മഹാനായ ഫളുൽ ആബിദ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് ഇങ്ങനെ പോകുക, വഴി മധ്യേ പെട്ടെന്ന് ബാങ്ക് വിളിച്ചു. വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയല്ലോ, ഞാൻ സമയം വൈകിയല്ലോ, ഇത്ര ഞാൻ വൈകാറില്ല, ഞാൻ പള്ളിയിലേക്ക് എത്തിയിട്ടാണല്ലോ ബാങ്ക് കൊടുക്കാറുള്ളത്. പടച്ച റബ്ബേ, ഇന്ന് നേരത്തെ ബാങ്ക് വിളിച്ചോ, അതല്ലേ ആ സമയം വൈകിയതാണോ, എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകുമോ? മഹാനായ ആബിദ് റളിയല്ലാഹു അൻഹു ആ ഇടവഴിയിലൂടെ ഇങ്ങനെ ഓടുക പള്ളിയിലേക്ക്. കുറെ അങ്ങോട്ട് എത്തിയപ്പോ മഹാനായ ഫളുൽ ആബിദ് പെട്ടെന്ന് അവിടെ നിന്നു. നോക്കുമ്പോ കാണുന്ന കാഴ്ച, തന്റെ മുമ്പില് ഒരു പെണ്ണ് ഇങ്ങനെ നിൽക്ക. ആബിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പടച്ചോനെ ഏതാ ഈ പെണ്ണ്? എന്നാ സാധാരണ പെണ്ണല്ല, അവളുടെ പേരാണ് ജാരിയ എന്ന പെൺകുട്ടിയാണ് ആ ഇടവഴി നിറഞ്ഞവിടെ നിൽക്കുന്നത്. ആ മണൽക്കാടിന്റെ സ്വപ്നമാണ് ജാരിയ. സകലമാന യുവാക്കന്മാരുടെയും ഹൃദയ കൊട്ടാരത്തിൽ പൂജാ വിഗ്രഹമാണ് ജാരിയ എന്ന പെൺകുട്ടി. ചരിത്രം പറയുന്നു, അഴകിന്റെ പുതുതോപ്പിൽ വിരിഞ്ഞുള്ള പുതുമുല്ല, അഴകാതിൽ മികവുറ്റുള്ളോളാമിന്ന് ഭൂമിയിൽ ജനിച്ചുള്ള യുവതികൾ വഴിമാറും ഭൂലോക ചന്ദ്രമുഖിയോള. അഴകിന്റെ പുതുതോപ്പിൽ വിരിഞ്ഞുള്ള പുതുമുല്ല, അഴകതിൽ മികവുറ്റുള്ളോളാമിന്ന് ഭൂമിയിൽ ജനിച്ചുള്ള യുവതികൾ വഴിമാറും ഭൂലോക ചന്ദ്രമുഖിയോള. മപിത് കൂട്ടങ്ങളിൽ തിളങ്ങിടും ചന്ദ്രികയാ, പാർത്തിങ്കൾ ചൊരിഞ്ഞിടും മധുരത്തിൻ കനിയ. വാക്കൊന്ന് ലഭിച്ചിടാൻ യുവാക്കളും മുഖിയാം, വലിയോരും ചെറിയോരും അവളിലും കൊതിയാം. എന്തൊരു ഭൂമുഖമാണിതെന്നു ശോഭതിങ്ങു ശാന്തൊരു ഭാഗം വന്നിതു നിന്നെന്നു. ചോദ്യമെന്നും അത്ഭുതമെല്ലാം കാണുന്നോർക്കും ഭാഷകളെല്ലാം കേൾക്കുന്നോർക്കും അഴകിന്റെ പുതുതോപ്പിൽ വിരിഞ്ഞുള്ള പുതുമുല്ല, അഴകാതിൽ മികവുറ്റുള്ളോളാമിന്ന് ഭൂമിയിൽ ജനിച്ചുള്ള യുവതികൾ വഴിമാറും ഭൂലോക ചന്ദ്രമുഖിയോള. ആ നാട്ടിലെ യുവാക്കന്മാരുടെ ഹരമാണ് ജാരിയെ പറ്റി പറഞ്ഞിക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ ചുരുക്കി പറയാം. ഒരു നാട്ടില് അല്ലെങ്കിൽ അവിടെ ആ നാട്ടില് ഒരു ചെറുപ്പക്കാരൻ ബോധരഹിതമായി വീഴുന്നു, ബോധം കെട്ട് വീഴുന്നു.
ഡോക്ടർമാര് വരുന്നു, പഠിച്ച പണി 18 നോക്കുന്നു, ബോധം തെളിയുന്നില്ല. എങ്കിൽ സമർത്ഥനായ എന്നെ പോലെയുള്ള ഒരു യുവാവ് നേരെ വന്നിട്ട് ആബിദിന്റെ ചവിട്ടിൽ അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരന്റെ ചവിട്ടിൽ പറയുന്നു, മോനെ ജാരിയെ വരുന്നുണ്ട്. പെട്ടെന്ന് അവൻ ചാടി എഴുന്നേൽക്കും, അവന്റെ ബോധം വരെ തിരിച്ചു കിട്ടും. ഇപ്പം അവളുടെ സൗന്ദര്യം എത്രയായിരിക്കുമെന്ന് നിങ്ങളുടെ ഊഹനക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. ഇത്രയും സൗന്ദര്യമുള്ള അവിടുത്തെ യുവാക്കന്മാരുടെ ഹൃദയ കൊട്ടാരത്തിൽ പൂജാ വിഗ്രഹമായ ജാരിയെയാണ് ആ ഇടവഴി നിറഞ്ഞ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ജാരിയെ ചിന്തിക്ക, പടച്ചോനെ ആ ഓടി വരുന്നത് ആബിദാണല്ലോ. ദൂരെ നിന്ന് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ആദ്യമായിട്ട് അടുത്ത് വരുന്നത്. പടച്ചോനെ ആ വരവ് നോക്കി ആ പെൺകുട്ടി അവിടെ ഇങ്ങനെ നിൽക്ക. ആബിദ് റളിയല്ലാഹു അൻഹു കഥയൊന്നും അറിയാതെ ബാങ്ക് വിളിച്ചല്ലോ എന്നുള്ള ആ വിഷമത്തിൽ ഓടി വന്ന് പെട്ടെന്ന് അവിടെ നിന്നു. പെണ്ണെ ഒന്നിങ്ങോട്ട് വഴി മാറി, എനിക്ക് പള്ളിയിലേക്ക് പോകണം. പെൺകുട്ടി ഇങ്ങനെ നോക്കുക, പടച്ചോനെ ഇത്ര ചൊറുക്കുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ടാവുക ഭൂമി ലോകത്ത്. ഇത്രയൊക്കെ ചൊറുക്കുണ്ടെങ്കിൽ ഇയാൾ എന്റെ മണവാളനായി കിട്ടിയ എത്ര നന്നായിരുന്നു. പെണ്ണെ ഒന്നിങ്ങോട്ട് വഴിമാറി, എനിക്ക് പള്ളിയിലേക്ക് പോകണം. ഇതെന്താ ഒരു പെണ്ണോ? പെണ്ണെ ഒന്നിങ്ങോട്ട് വഴിമാറി, എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും, ഞാൻ പള്ളിയിലേക്ക് പോവാ. പെണ്ണ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ? എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെടും, ബാങ്ക് വിളിച്ചിട്ടുണ്ട്, ഞാൻ പള്ളിയിലേക്ക് ഓടുക. എന്റെ പേര് ജാരിയ എന്ന. ജാരി ആയാലും വേണ്ടില്ല, നാരി ആയാലും വേണ്ടില്ല, എനിക്ക് പള്ളിയിൽ ജമാഅത്ത് നഷ്ടപ്പെടും. ഒന്നിങ്ങോട്ട് മാറി നിൽക്ക്. എനിക്ക് നിങ്ങളോട് 1-2 കാര്യം പറയാണ്ട്. കുരുത്തങ്ങട്ടവളെ, ഞാൻ മര്യാദക്ക് പറഞ്ഞിരിക്കുന്നത് പള്ളിക്ക് ജമാഅത്തിന് പോവാ, ഒന്നിങ്ങോട്ട് മാറി നിൽക്ക്. ആബിദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, പടച്ചോനെ ഇങ്ങനൊക്കെ പെണ്ണുങ്ങൾ ഉണ്ടാവുമോ? ഇവളിങ്ങനെ നോക്കി നിൽക്ക, പടച്ചോനെ ഈ മനുഷ്യനൊക്കെ എന്റെ മണവാളനായി വന്നിട്ടുണ്ടെങ്കിൽ അല്ലാ. ഇതിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോ ആബിദ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ തട്ട് കൊടുത്തു, ഒരൊറ്റ ഓട്ടോ ഓടി പള്ളിയിലേക്ക്. ഓടിയപ്പോ പള്ളിയിലേക്ക് പോവാന്നല്ല പറഞ്ഞത്, പള്ളിയിലേക്ക് പോയി എത്രയും പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ് ഇത് വഴിയേ തിരിച്ചു വരും. എന്നെ കണ്ടാ പറയും, ജാരിയ ഈ ഇവിടെ നിൽക്കുന്നു, എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ പെട്ടെന്ന് വന്നത്, വരൂ കുട്ടി എന്ന് പറഞ്ഞ് എന്റെ കൈക്ക് കടന്നു പിടിക്കും. ഞങ്ങൾ ഇങ്ങനെ ഈ മരുഭൂമിയിലൂടെ ഇങ്ങനെ ഒരുപാട് മോഹന സുന്ദരമായ നിമിഷങ്ങളെങ്ങനെ ആലോചിച്ചുകൊണ്ട് ജാരിയ എന്ന പെൺകുട്ടി അവിടെ തന്നെ ഇങ്ങനെ നിന്നു. ആബിദ് റളിയല്ലാഹു അൻഹു ആണെങ്കിലോ നേരെ പള്ളിയിൽ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ചു വരിക. ഈ കാര്യം ആബിദ് റളിയല്ലാഹു അൻഹു മറന്നുപോയി. ഇങ്ങനെ വഴിവക്കര് പെണ്ണ് വന്ന് നിന്നതും സംസാരിച്ചതൊക്കെ ആബിദ് റളിയല്ലാഹു അൻഹു മറന്നുപോയി. നമ്മളാണെങ്കിലോ അല്ലേ 10 കൊല്ലം കഴിഞ്ഞാലും മറക്കും നമ്മളൊക്കെ. ഇപ്പൊ നമ്മള് മഞ്ചേശ്വരത്ത് ഇങ്ങനെ ബസ് കാത്തിക്കാൻ വേണ്ടിട്ട് ബസ് സ്റ്റോപ്പിലും അല്ലെങ്കിൽ മഞ്ചേശ്വരം കുറച്ചു വേണ്ടി പോയിക്കോട്ടെ, കാസർഗോഡ് ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നിൽക്കുന്ന സമയത്ത് മഞ്ചേശ്വരത്തേക്കുള്ള ബസ്സും പ്രതീക്ഷ ഇങ്ങനെ നിൽക്കാന്ന് കൂട്ടിക്കോളി. ബസ് ഇപ്പൊ വരും ഇങ്ങനെ കാത്തു നിൽക്കുമ്പോഴേക്കാരം ഒരു പെണ്ണിങ്ങനെ വന്നിട്ട് ചിരിച്ചുകൊണ്ട് നമ്മളോട് പറയാ, ഇപ്പൊ കണ്ണൂർക്കൊരു ബസ് ഉണ്ടാ. അല്ലാ, പിന്നെ മഞ്ചേശ്വരത്തേക്കുള്ള 10 ബസ് പോയാലും നമ്മള് കാണൂല. നമ്മൾ പഠിച്ചോനെ ഇവൾക്ക് എപ്പോഴാ കണ്ണൂർക്ക് ബസ് വരികയെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കാരോ വരുന്ന ബസ്സൊക്കെ. ഇങ്ങളല്ലോ ഇന്റെ അവസ്ഥ ഞാൻ പറഞ്ഞത്, കുറച്ച് സമയം കൂടി എനിക്ക് ഇവിടെ നിൽക്കണോ അല്ലെ? നമ്മളൊക്കെ അവസ്ഥ അങ്ങനെ അല്ലെ? ആളുകളൊക്കെ ഇതിപ്പോ ഒരു സമൂഹത്തിൽ എല്ലായിടത്തുള്ള അവസ്ഥ അതിന് പ്രത്യേകം പറയണ്ടല്ലോ. അപ്പൊ ആളുകളൊക്കെ അങ്ങനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കണ ഒരു കാലഘട്ടം. 10 ബസ് പോയാലും പിന്നെ ഈ പെണ്ണിന് ബസ് കയറ്റിട്ട് നമ്മൾ പോരുള്ളൂ. ഞാൻ ദിവസം കഴിഞ്ഞ് അന്ന് 5 മണിക്കാ പോയത് കൂട്ടിക്കോളി. പിറ്റേ ദിവസം 4:45 നമ്മൾ വീണ്ടും അവിടെ എത്തും. അഥവാ കണ്ണൂരിക്കറ്റ പറഞ്ഞേക്കാൻ വേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് അതിന്റെ പിറ്റേ ദിവസം 3 മണിയാൻ വേണ്ടി കാത്തു നിൽക്കും. ഇതാണ് നമ്മളെ അവസ്ഥ. എങ്കിൽ ആബിദ് റളിയല്ലാഹു അൻഹു അത്രക്കാരനല്ല. വഴിമധ്യേ ഒരു പെണ്ണ് വന്ന് നിന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആബിദ് റളിയല്ലാഹു അൻഹു മറന്നുപോയി. ആബിദ് റളിയല്ലാഹു അൻഹു നിസ്കാരവും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ്
അത് ആബിദ് റളിയല്ലാഹു അൻഹു ആ ഇടവഴിയെ തിരിച്ചു വരുമ്പോ ജാരിയ എന്ന പെൺകുട്ടി അതാ ചിന്തിക്കുന്നു, ഫദ്ലിന്റെ മാറിൽ തലയൊന്ന് ചായ്ച്ചിട നാരി കൊതിക്കുന്നല്ലോ, ആഹാ പൂവി കൊതിക്കുന്നല്ലോ, പൂമുഖം കെട്ടിപ്പിടിച്ചൊന്ന് ചുംബിക്കാൻ പൂവി കൊതിക്കുന്നല്ലോ, ആഹാ നാരി കൊതിക്കുന്നല്ലോ. ഫദ്ലിന്റെ മാറിൽ തലയൊന്ന് ചായ്ച്ചിട നാരി കൊതിക്കുന്നല്ലോ, ആഹാ പൂവി കൊതിക്കുന്നല്ലോ, പൂമുഖം കെട്ടി പിടിച്ചൊന്ന് ചുംബിക്കാൻ പൂവി കൊതിക്കുന്നല്ലോ, ആഹാ നാരി കൊതിക്കുന്നല്ലോ. ഒരുപാട് മോഹന സുന്ദര സ്വപ്നങ്ങളുമായിട്ട് ജാരിയ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക. ആബിദ് റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് നേരെ വന്നു. ഉടനെ തന്നെ ജാരിയ ഈ രൂപത്തിലുള്ള സംസാരിച്ചപ്പോ ആബിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ നീ എന്തിനു വേണ്ടിയാ ഇവിടെ കാത്തു നിൽക്കണമെന്ന് എനിക്കറിയില്ല. അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഓഹോ, എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ മോളെ, ഇന്ന് വരെ വിവാഹത്തെ പറ്റി ചിന്തിക്കാത്തൊരു മനുഷ്യനാ ഞാൻ. പടച്ച റബ്ബിനെ അറിഞ്ഞ് ആരാധിക്കണം, വേറൊരു ചിന്ത എനിക്കില്ല. വൈവാഹിക ജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്നേ ഇല്ല. അതുകൊണ്ട് മോളെ നീ എന്നെ മാറ്റിപ്പിടിക്ക്. ഈ നാട്ടിൽ ഒരുപാട് സുന്ദരന്മാരും ഒരുപാട് സുന്ദരന്മാരായ ആളുകളുണ്ട്. നീ അവരൊക്കെ പോയിട്ട് കാണ്, ഇഷ്ടപ്പെട്, അവരുമായിട്ട് വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെട്. അതല്ലാതെ എന്നെ പോലെയുള്ള ആളുകളെ നീ വലക്കല്ല പെണ്ണെ എന്ന് പറഞ്ഞ് ആബിദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി. എന്നാൽ ഇത് എന്നൊരു സംഭവമായി. മഹാനായ ആബിദ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് ഇങ്ങോട്ട് വരുമ്പോഴും പള്ളിയിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴും ജാരിയ എന്ന പെൺകുട്ടി വഴിവക്കിൽ ഇങ്ങനെ നിൽക്കുക. ആബിദ് റളിയല്ലാഹു അൻഹു പടച്ചോനത് വല്ലാത്തൊരു ഹലാക്കിന്റെ ഔലും കഞ്ഞി ആയല്ലോ. പള്ളിയേക്ക് വരുമ്പോഴും പോകുമ്പോഴൊക്കെ ഇതേ രൂപത്തിൽ ശല്യം ചെയ്തുകൊണ്ടെന്നാ ഞാൻ എന്താ ചെയ്യാ? ഇനിയിപ്പോ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാലോ? പിന്നെ ഞാൻ ആ പള്ളിയേക്ക് നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോഴേ അവിടെ ഒരു പെണ്ണുണ്ട് ഇങ്ങനെ എന്നെ വല്ലാതെ ശല്യപ്പെടുത്തുന്നു. നിങ്ങളൊന്ന് പറഞ്ഞിട്ട് തീരുമാനം ഉണ്ടാക്കി തരണം. ഇത് ആളുകളോട് പറഞ്ഞ ആളുകൾ എന്താ പറയാ, എന്താടാ അതൊക്കെ നമ്മളോടായോ കണ്ടി, ഇതല്ലേ ആളുകൾ പറയാ. ഞാൻ അതല്ല, വല്ല കഷ്ടകാലത്തിനും ഞാൻ അവിടെ നിന്ന് ഈ പെണ്ണിനോട് സംസാരിക്കുന്നത് വല്ലവരും കണ്ടാ എന്താ പറയാ, വലിയ ആബിദ, മുത്തഖിയ, സ്വാലിഹ, റസൂലുള്ളാഹിന്റെ കൂട്ടുകാർ. അതൊന്നും അല്ലടാ വിഷയം. ആ ഇടവഴിയിലെ ആ ജാരിയ എന്ന പെണ്ണുമായിട്ട് ഞാൻ കണ്ണോണ്ട് കണ്ടതല്ലേ. അല്ലാഹ്, ഞാൻ എല്ലാ കാര്യങ്ങളും പടച്ച റബ്ബേ നിന്നെ ഏൽപ്പിക്കുന്നു. ഈ പെണ്ണിന്റെ ഷർറിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നിരന്തരമായി ആബിദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാലും ഈ പെണ്ണ് എന്നും അങ്ങനെ തന്നെ ഒരു മാറ്റൂല. അവസാനം ആബിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണെ നീ എന്നെ കാത്തിന്ന് സമയം കളയണ്ട, ഞാൻ എത്ര കാലം നിൽക്കാൻ റെഡിയാ. അപ്പൊ എനിക്ക് വിവാഹം കഴിക്കുന്നു വേണ്ടേ? ഞാൻ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാ. അതുകൊണ്ട് എന്നെ മാറ്റി പിടിച്ചോ. നിനക്ക് വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടണോ, മറ്റുള്ള ആളുകളെ അല്ലെങ്കിൽ വേറെയുള്ള ചെറുപ്പക്കാരെ കണ്ട് ഇഷ്ടപ്പെട്ട് അവരുമായിട്ട് വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടുക. ജാരിയ പറഞ്ഞു, ഞാൻ വിടൂല. നിങ്ങൾക്ക് എന്നാണോ മനസ്സിന് മാറ്റം വരുന്നത് അതുവരെ ഞാനിവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. എന്നാ പിന്നെ മൂക്കിൽ പല്ലോൾക്കും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ദിവസങ്ങൾ തള്ളി നീക്കാം. അവസാനം ജാരിയക്ക് മനസ്സിലായി, ഇല്ല, ആബിദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല, ആബിദിനെ കിട്ടൂല. ഒരു കാര്യം ചെയ്യാം, ആബിദിനൊന്ന് കടന്ന് പിടിക്കാം, ആബിദിനൊന്ന് പിടിക്കാം, ഇങ്ങൊന്ന് പിടിച്ചൂട്ടി അണച്ചൂട്ടി ഒന്ന് പിടിച്ചു വിട്ടാ ചിലപ്പോ ആബിദ് എന്റെ വലയിൽ വീഴും എന്ന് മനസ്സിലാക്കിയ ആ പെൺകുട്ടി അതാ അർദ്ധരാത്രി വലിയൊരു കറുത്ത പറുത എടുത്ത് ആ പെൺകുട്ടി ശരീരത്തിലേക്ക് അണിഞ്ഞു. എന്നിട്ട് അർദ്ധരാത്രി മഹാനായ ആബിദ് റളിയല്ലാഹു അൻഹു സുബഹി നിസ്കരിക്കാൻ പോകുന്ന ആ സമയത്ത് ആബിദിനെ കടന്നു പിടിക്കാൻ വേണ്ടി ആ പെൺകുട്ടി കറുത്ത പറുത ഇട്ടുകൊണ്ട് അതാ അർദ്ധരാത്രി ആ ഇടവഴിയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ പർദയണിഞ്ഞു നിന്നേ ആ മുത്തുമോള് തൃപ്തിലാശയും നിറഞ്ഞേ ജാലകപ്പൊഴൂരിൽ ചക്രവാളം ജാഗ്രതയിലൂറ്റത്തോടെ നോക്കി നിന്നെ എൻ ഫദ്ലു എൻ ഫദ്ലു എൻ ഫദ്ലു എൻ ഫദ്ലു അർദ്ധരാത്രി
അർദ്ധരാത്രി പർദ്ദയണിഞ്ഞു നിന്നേ ആ മുത്തുമോൾ തൃപ്തിലാശയും നിറഞ്ഞേ ജാലകപ്പൊഴുതിൽ ചക്രവാളം ജാഗ്രതയിലൂറ്റത്തോടെ നോക്കി നിന്നേ എൻ ഫദ്ലു എൻ ഫദ്ലു എൻ ഫദ്ലു എൻ ഫദ്ലു അർദ്ധരാത്രി അർദ്ധരാത്രി പർദ്ദയണിഞ്ഞു നിന്നേ ആ മുത്തുമോൾ തൃപ്തിലാശയും നിറഞ്ഞേ ജാലകപ്പൊഴുതിൽ ചക്രവാളം ജാഗ്രതയിലൂറ്റത്തോടെ നോക്കി നിന്നേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അറിഞ്ഞ് ആരാധിക്കുകയാണെങ്കിൽ നാനാ ഭാഗത്തു നിന്ന് നമുക്ക് പരീക്ഷണങ്ങൾ വന്നുകൊണ്ട് ഇരിക്കും എന്നുള്ളൊരു കഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുമ്പോൾ പല പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും പതറരുത്, പതറാതെ മുന്നോട്ട് പോവണം. അതാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാരം. മഹാനായ ആബിദ് റളിയല്ലാഹുവിനെ ഈ പെണ്ണ് കടന്നു പിടിക്കാൻ വേണ്ടി അർദ്ധരാത്രിയിൽ ആരും അറിയാതെ ഒരു പർദ്ദ എടുത്ത് അണിഞ്ഞു. ആ പെൺകുട്ടി മന്ദം 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 നടന്ന് ആബിദ് റളിയല്ലാഹു പള്ളിയിലേക്ക് പോകുന്ന ആ ഇടവഴിയുടെ തൊട്ടടുത്തുള്ള പൊന്തക്കാട്, ആ പൊന്തക്കാടിൽ ആ പെൺകുട്ടി വന്ന് ഇരുന്നു. 4 ഭാഗം ആ പെൺകുട്ടി നോക്കുന്നു. ഞാൻ ഈ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിക്ക് ആരെങ്കിലും സാക്ഷികളായിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഇന്ന് ആബിദിനെ പിടിക്കാം എന്ന് മനസ്സിലാക്കി ആ പെൺകുട്ടി ആ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുക. ആബിദ് റളിയല്ലാഹു അൻഹുവാണെങ്കിലോ അന്നും പതിവ് പോലെ സമയത്ത് ആ സുബൈന്റെ സമയം ഇങ്ങനെ അടുത്ത് വന്നപ്പോൾ നേരെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിട്ട് വന്ന് ഈ ഇടവഴിന്റെ ഇങ്ങനെ തലക്കലെത്തിയിട്ട് ആബിദ് റളിയല്ലാഹു അൻഹു നോക്കിയെന്ന അല്ലാഹ് ഇന്ന് വഴി ക്ലീനാ. എന്നും ഞാൻ വരുന്നതിന്റെ നേരത്തെ ആ പെണ്ണ് വന്ന് വഴിവെക്ക് നിൽക്കും. ഇന്നേതായാലും അൽഹംദുലില്ലാഹ് ആ പെൺകുട്ടി എഴുന്നേറ്റില്ല തോന്നുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പള്ളിയിലേക്ക് എത്താം എന്ന് മനസ്സിലാക്കി ആബിദ് റളിയല്ലാഹു അൻഹു ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു പള്ളിയിലേക്ക്. എന്നാൽ ആബിദ് റളിയല്ലാഹു അൻഹു ഓടി വരുന്ന ആ കാഴ്ച ജാരിയ എന്ന പെൺകുട്ടി നോക്കി ഇങ്ങനെ കാണുക. അടുത്തേക്ക് അങ്ങോട്ട് എത്തിയപ്പോഴേക്കും ആ പെൺകുട്ടി ഒറ്റ ചവിട്ട് മഹാനായ ആബിദ് റളിയല്ലാഹു അൻഹു കൊടുത്തു. ജാരിയ എന്ന പെൺകുട്ടി മലർന്നടിച്ച് വീണു. ആബിദ് റളിയല്ലാഹു അൻഹു ഓടുന്ന വഴിവെക്കൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയെന്ന ആ പെൺകുട്ടിക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോന്ന് നോക്കുമ്പോ ഒന്നും പറ്റിയില്ല എന്ന് മാത്രമല്ല, ആ പൂർവാധിക ശക്തിയോടുകൂടി ആ പെൺകുട്ടി എഴുന്നേറ്റ് ആബിദ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ ഓടുന്നു. അതോടുകൂടി ആബിദ് റളിയല്ലാഹു അൻഹു ഓട്ടം, ശക്തിയായ ഓട്ടം. കാരണം പേടിച്ചിട്ടുള്ള ഓട്ട. അർദ്ധരാത്രിയിലാണ് ഒരു കറുത്ത രൂപം വന്നിട്ട് പിടിക്കണത്. എണീറ്റപ്പോഴാണ് മനസ്സിലായത് ജാരിയാണെന്നുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിന്, നമ്മളൊക്കെ ഏതെങ്കിലും പള്ളിപ്പറമ്പ് കൂടെ ഇങ്ങനെ പോവുക, പള്ളിന്റെ പറമ്പ് കൂടെ ഖബർസ്ഥാന്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു 10-40 ദിവസം മുമ്പ് മരിച്ചുപോയ അയമുട്ടിയാക്കെ എണീറ്റിക്കണ രോഗം ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിന്. ഓടിയാ നമ്മൾ 400 കൊല്ലം മുന്നേ പുല്ല് മുളക്കോ ഓടുക. നമ്മള് ചിലര് ഓടുന്നു വേണ്ടട്ടാ. അങ്ങനെ പള്ളി പറമ്പ് കൂടെ അങ്ങനെ പോകുമ്പോൾ ഒരാൾ എണീച്ചിട്ട് അസ്സലാമു അലൈക്കും അടിയും കാരണം മയ്യത്ത അറ്റാക്ക് ആയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മളെ അവസ്ഥ അല്ലേ? ആബിദ് റളിയല്ലാഹു അൻഹു പേടിച്ചുള്ള ഓട്ട, ശക്തിയായ ഓട്ടം. പണ്ടൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉസ്താദ് ഓടിയ മാതിരി ഞങ്ങളുടെ നാട്ടിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉസ്താദ് ഉണ്ടായിന്. പറയണോ സമയം പോവോ? ഞങ്ങളുടെ നാട്ടിലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉസ്താദ് എന്ന് പറഞ്ഞാല് ഈ റമളാൻ മാസം ആവുമ്പോ പിരിവിന് വേണ്ടിട്ട് കുറച്ച് ആൾക്കാർ ഇറങ്ങും. തലയെക്കെട്ട് കെട്ടി ഈ ഭാഗത്തുണ്ട്, അങ്ങനെ വരല് ഈ ഭാഗത്തുണ്ടോ? കണ്ട ഉസ്താദുമാരാന്ന് വിചാരിക്കും, സംഗതി ഉസ്താദുമാരൊന്നല്ല. അങ്ങനെ പിരിവിന് വന്നൊരു കാക്ക ഞങ്ങളുടെ നാട്ടിൽ വന്നൊരു കഥ ഉണ്ട്, ഒരു ഓടിയ കഥ. ഞങ്ങളുടെ നാട്ടിൽ ചെറിയൊരു നിസ്കാര പള്ളി ഉണ്ട്. ആ നിസ്കാര പള്ളിയിൽ പുതിയൊരു ഉസ്താദൊക്കെ വന്ന് ചെറുപ്പക്കാരാകുന്ന കുട്ടികളൊക്കെ വന്നിട്ട് നിസ്കാരമൊക്കെ പഠിപ്പിച്ച് ഉഷാറാക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടം. ഈ സമയത്ത് നമ്മളെ പള്ളിയിലെ ഉസ്താദ് എല്ലാ കുട്ടികളെയും നിസ്കാരം പഠിപ്പിച്ച് അങ്ങനെ നിസ്കാരം പഠിപ്പിച്ച് കുട്ടികളൊക്കെ സെറ്റപ്പായി. റമളാൻ മാസമാണല്ലോ. അപ്പൊ ഒരു ദിവസം ഉസ്താദ് പറഞ്ഞു, എടാ ഇന്ന് മഗ്‌രിബിന് നോമ്പറക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാവൂല, എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്, ഞാൻ ഇശ ആകുമ്പോഴത്തേനും ഇങ്ങോട്ട് വരാം, നിങ്ങൾ മഗ്‌രിബിന് ഇമാമും ജമാഅത്തുമായിട്ട് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടികൾ പറഞ്ഞു, പൊന്നാര ഉസ്താദ് ഞങ്ങളൊക്കെ ഇപ്പൊ നിസ്കാരം പഠിച്ചിങ്ങനെ വരുന്നുള്ളൂ, ഞങ്ങളിപ്പോ ഇമാമു അതൊന്നും പറഞ്ഞാൽ പറ്റൂല, ഒരാള് ഇമാമുക്ക ബാക്കിയുള്ള ആളുകൾ മഅ്മൂം നിൽക്കുക, ഞാൻ നാട്ടിൽ പോവാ, അസ്സലാമു അലൈക്കും. ഉസ്താദ് നാട്ടിൽ പോയപ്പോൾ ഇങ്ങനെ ആലോചിക്കാം, പടച്ചോനെ മഗ്‌രിബിന്റെ ഭാഗം കൊടുക്കാനായല്ലോ, അബ്ദുറഹ്മാൻ ഇജ്ജ് നിൽക്കടാ ഇമാമ്
അവറാനെ ഞാൻ നിൽക്കൂല. എന്താ എനിക്ക് നല്ല തണ്ടു തടിയൊക്കെ ഉണ്ടല്ലോ. അതല്ലടാ, ഞാൻ ഇമാമെന്നാലേ എന്റെ മുട്ടുംകാലിന് ഇങ്ങനെ ഒരു പറക്കല. ഓഹോ മുജീബേ, എന്താ ഞാൻ ഇമാമെന്നാലേ എന്താന്നറിയില്ല, അവിടെ ഇങ്ങനെ ഒരു സൗണ്ടാ. അപ്പൊ എന്താ ചെയ്യാ? ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കണ്ടേ? ഇല്ലെങ്കിൽ ഉസ്താദ് തിരിച്ചു വരും. എന്ത് കാട്ടും എന്നിങ്ങനെ വിചാരിച്ച് ഇവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിരിവിന്റെ കാക്ക തലയൊക്കെ കെട്ടിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉസ്താദുമാരെ മാതിരി ഇങ്ങനെ വരുന്നത്. അത് കണ്ടപ്പോ അബ്ദുറഹ്മാനെ, മുജീബെ, ഖാദർ അങ്ങോട്ട് നോക്കണ്ട, ഒരു ഉസ്താദ് വരുന്നത്. പടച്ച റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തി. ഉസ്താദേ ഉസ്താദേ വേം വരിക. അപ്പൊ ഉസ്താദ് വിചാരിച്ച്, ഉസ്താദ് അല്ലട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഉസ്താദ് വിചാരിച്ച് ഇവിടെ നല്ല സ്വീകരണം ഉണ്ട്, നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല ഭക്ഷണം, നോമ്പറക്കാനുള്ള ഭക്ഷണമൊക്കെ കിട്ടും, നല്ല പിരിവും കിട്ടും. റാഹത്തോടു കൂടി ഉസ്താദ് വരിക. അങ്ങനെ വന്നപ്പോ ബാങ്ക് കൊടുത്തപ്പോ കുട്ടികൾ പറഞ്ഞു, ഉസ്താദെ ഒളു ഉണ്ടാക്കിയ. ഉസ്താദ് ഒളുവൊക്കെ ഉണ്ടാക്കി നേരെ അങ്ങോട്ട് കയറി വന്നപ്പോ കുട്ടികൾ ഇഖാമത്തും കൊടുത്ത്. ഉസ്താദിന് വന്നപ്പോ കുട്ടികൾ പറഞ്ഞു, ഉസ്താദ് ഇമാമത്തിക്ക് ഇമാമിക്ക് ഉസ്താദ് എന്തായാലും ഇമാമ നിൽക്കൂല. ഉസ്താദ് നിൽക്കുക. അല്ല അവസാന കുട്ടികൾ തള്ളി നിൽക്കാണ്ട് ഇമാമ ഒരു തള്ളല മിഹ്റാബ് തുളച്ചാണ്ട് പോകുന്നു. അയ്യാജി തള്ളല്. ഉസ്താദ് അവിടെ നിന്ന് മിഹ്റാബിക്ക് നിന്നിട്ട് ഉസ്താദ് ഇങ്ങനെ ആലോചിക്കട്ടെ, പടച്ചോനെ ഇതൊരു ഹലാക്കിന്റെ ഔലങ്ങഞ്ഞിയിലാണല്ലോ ഇപ്പൊ ഞാൻ കുടുങ്ങിയത്. കാരണം ഇന്നേ വരെ ഒരു ഇമാമായിട്ട് എവിടെയും നിന്നില്ല. മാത്രല്ല ആകെ 2 സൂറത്തെ കാണാതെ അറിയുള്ളൂ. ഒന്ന് ഫാത്തിഹ സൂറത്ത്, മറ്റൊന്ന് ഖുൽ യാ അയ്യുഹൽ ഗാഫിറൂൻ. ഇത് മഗ്രിബ് നിസ്കരിക്കാൻ പോണത് 2 റക്അത്ത് 2 സൂറത്ത് ഓതണ്ടേ. ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ ഗാഫിറൂൻ ഓതിയ, രണ്ടാമത്തെ റക്അത്തിൽ ഞാൻ ഏത് സൂറത്താ ഓതുക? ഉസ്താദ് ഇങ്ങനെ ചിന്തിച്ച്, പടച്ചോനെ ഇതിന്റെ അവസാനത്തെ പിരിവ് ആക്കല്ലേ റബ്ബേ. ഉസ്താദും തിരിഞ്ഞു വെക്കുന്ന ബേക്കോട്ട്. അപ്പൊ ബേക്കിലുള്ളൊക്കെ നല്ല കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകളാ. പടച്ചോനെ എന്റെ മയ്യത്ത് നന്ന് ഇവിടുന്ന് എടുക്കേണ്ടി വരും. എന്റെ കുട്ടികളെ മുമ്പൊക്കെ നിന്റെ മയ്യത്ത് മാത്രമേ എത്തുള്ളൂ. പടച്ചോനെ കാത്ത റബ്ബേ, ഇനി മേലാൾക്ക് പള്ളികൾക്ക് ഞാൻ പിരിവിന് വരൂല. അല്ലാഹു അക്ബർ. ഉസ്താദ് കെട്ടി. ഉസ്താദ് കെട്ടിയപ്പോ ബേക്കുള്ളൊക്കെ അൽഹംദുലില്ലാ രക്ഷപ്പെട്ടടാ, ഉസ്താദ് കെട്ടിയാണ്, ഞമ്മക്കും കെട്ടാന്ന് റാഹത്തര കെട്ടി. അല്ലാഹു അക്ബർ. ഉസ്താദ് ഫാത്തിഹ സൂറത്ത് ഇതുമ്പോ ഇങ്ങനെ ആലോചിക്കാട്ടോ, പടച്ചോനെ രണ്ടാമത്തെ റക്അത്ത് എങ്ങനെയെങ്കിലൊക്കെ നടന്നു പോകും. രണ്ടാമത്തെ റക്അത്ത് റബ്ബേ ഞാൻ ഏത് സൂറത്താ ഓതുക? ഉസ്താദ് ബേജാറിലിങ്ങനെ നിൽക്കുക. ഏതായാലും ഫാത്തിഹ സൂറത്തൊക്കെ ഓതി വലല്ലാഹീന്നാണ് പറഞ്ഞപ്പോ ബേക്കുന്ന കുട്ടികളൊക്കെ പാട് വളരെ ആവേശത്തിൽ ആമീൻ, ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആമീൻ. അതോടുകൂടി ഉസ്താദ് ബേജാറാകാൻ തുടങ്ങി. കാരണം ബേക്കുള്ള ആളുകളെ കാണാതെയാണല്ലോ ഇപ്പൊ ഇതൊക്കെ ചിന്തിച്ചത്. ബേക്കുന്നൊക്കെ പാട് ആമീൻ കേട്ടപ്പോൾ ഉസ്താദിന് ബേജാറായി, പേടിയായി. പിന്നെ ഉസ്താദ് ഓതാൻ തുടങ്ങി. ബിസ്മില്ലാ, പിന്നെ വിറച്ചിട്ടാ ഓതുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم. പേടിച്ചതോട് കൂടി ഉള്ളവും പോയി. പടച്ചോനെ റബ്ബേ, ഇത് ഞങ്ങനെ നിർത്താന്നായി പോയി ഉസ്താദിന്. ഇത് നിർത്തണല്ലോ, ഇത് നിർത്താനുള്ള സ്റ്റോപ്പ് കാണാനില്ല. എന്നാ ബേക്കുള്ള ആളുകൾ ഒറ്റൊന്നും പറഞ്ഞു കൊടുക്കണ്ടേ? ഒറ്റൊന്നും മുണ്ടണില്ല ഉസ്താദ്. പടച്ചോനെ ഒന്നാമത്തെ തന്നെ പോയോ? അവസാനം ഉസ്താദ് പറഞ്ഞു അല്ലാഹു അക്ബർ. അപ്പൊ കുട്ടികൾ വിചാരിച്ചു പുതിയ സൂറത്തേക്കാരാ. അങ്ങനെ ഉണ്ടാവുമല്ലോ, പറയാൻ പറ്റൂല. അമ്മക്ക് ഉസ്താദ് അതൊന്നും പഠിപ്പിച്ചു തന്നില്ല, അത് പുതിയ സൂറത്തേക്കാരെന്ന്. ഏതായാലും റുക്കൂക്ക് പോയിട്ട് ഉസ്താദ് ആലോചിക്ക, പടച്ചോനെ കുടുങ്ങിയല്ല റബ്ബേ. ഒന്നാമത്തെ റക്അത്ത് തന്നെ കൊളായിന്. ഇനിയിപ്പോ രണ്ടാമത്തെ റക്അത്തിൽ ഓതാൻ സൂറത്തും ഇല്ല. സമിഅല്ലാഹു ലിമൻ ഹമിദ. പടച്ചോനെ ഒന്ന് രക്ഷപ്പെടുത്ത റബ്ബേ. ഇനി മേലാൾക്ക് എത്ര പിരിവിന് പോയാലും പള്ളികൾക്ക് ഞാൻ പിരിവിന് വരൂല. പ്രത്യേകിച്ച് തലകെട്ട് നീ ഊരിക്കും. ഇനി ഉസ്താദ്മാരുടെ വേഷത്തിൽ ഞാൻ ഇറങ്ങൂല റബ്ബേ, രക്ഷപ്പെടുത്ത. അല്ലാഹു അക്ബർ.
സുജൂദ് കണ്ടുപോയി. സുജൂദ് പോയിട്ടൊരു ദ്വാരമായിരുന്നു മനസ്സറിഞ്ഞിട്ട് ചോനെ രക്ഷപ്പെടുത്തണേ, ഇനി ഈ അത് ചതിയായിട്ട് ഞാൻ ഇറങ്ങൂല. നല്ല മനസ്സറിഞ്ഞ് ദ്വാ ചെയ്ത് അല്ലാഹു അക്ബർ. സുജൂദിന്റെ അടയുള്ള ഇരുത്തം. ആ ഇരുത്തത്തിൽ ഉസ്താദിന്റെ കണ്ണ് ഇങ്ങനെ മേപ്പെട്ടൊന്ന് നോക്കിയെന്ന. അല്ലാ, അത്രയേറെ സൗകര്യം ഉണ്ടെങ്കിൽ ഞാനെന്തിനാ ബേജാറാണ്. അപ്പൊ എല്ലാ പള്ളിന്റെ മെഹ്റാബിന്റെ മുകളിലുണ്ടാവും ചെറിയൊരു കിളിവാതില്, ജനവാതില്. ഇവിടെ എന്തായാലും പറയല് അല്ലേ? അത് എന്തിനുള്ളതാണെന്ന് എനിക്ക് ഈ കാലം വരെ പിടുത്തം കിട്ടിയില്ല. എന്തിനാണ് വെക്കണത്? പഴയ കാലത്ത് അതിന് അയ്യും പൊളിയും ഒന്നും ഉണ്ടാവില്ല. ഇപ്പം പിന്നെ കമ്പിയും ഗ്ലാസ്സും ഒക്കെ വെക്കും. പഴയ കാലത്ത് കിളിവാതിൽ ഇങ്ങനെ. അപ്പൊ ഇത് കണ്ടപ്പോൾ ഉസ്താദ് മനസ്സിലാക്കി, അല്ലാ, എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കി വെച്ചതാണിത്. ഇത്രയേറെ സൗകര്യം ഉണ്ടായി. അല്ലാഹു അക്ബർ. സുജൂദ് കണ്ടുപോയി. രണ്ടാമത്തെ സുജൂദ് റാഹത്തുള്ള സുജൂദാ. ഇത് കേട്ട വേക്കുള്ള ആളുകളൊക്കെ സുജൂദ് കണ്ടുപോയി. ഉസ്താദ് എന്താക്കിയറിയോ? പതുക്കെ ഈ പാമ്പ് തലോന്തിക്കും പോലെ ഉസ്താദ് പതുക്കെ സുജൂദിൽ നിന്ന് ഇങ്ങനെ ഒച്ചണ്ടാക്കാതെ പൊന്തിച്ച് തല എന്നിട്ട് ഇങ്ങനെ വേക്കോട്ട് നോക്കിയെന്ന. അപ്പൊ എല്ലാരും നല്ല സുജൂദിലാ. ഉസ്താദ് പതുക്കെ എഴുന്നേറ്റ് ശബ്ദം ഉണ്ടാക്കാതെ ആ ചുമരില് അള്ളി പിടിച്ച് കേറി ജനവാതിലൂടെ പുറത്തേക്ക് ഉസ്താദ്. എന്താ ഓട്ടം? മടമ്പുംകാല് ഇവിടെ തട്ടിട്ടാ ഓടുന്ന ആയാതി ഓട്ടം. കട്ടപ്പാടത്തൂടെ ഇങ്ങനെ ഓടുക. ഉസ്താദ് ഓടി. ഇവിടെ ഉള്ള ആളുകൾ സുജൂദിനെ കേട്ടോ, ഓലിങ്ങനെ സുജൂദ് ചെയ്യാ. അപ്പൊ ഓലിങ്ങനെ ആലോചിക്ക, പടച്ചോനെ നമുക്ക് കിട്ടിയ ഇമാം ഒരു സൂഫിയായ മനുഷ്യനാന്ന് തോന്നുന്നുണ്ട്. എത്ര നേരായി സുജൂദിക്ക് പോയിട്ട് സുജൂദിങ്ങനെ കിടക്കല്ലോ, നല്ല സൂഫിയായ മനുഷ്യനാണ്, വല്ലാത്തൊരു കഥ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോണ്ട് അപ്പുറത്തെ പള്ളി നിഷാവിന്റെ ബാങ്ക് അങ്ങനെ കൊടുക്കണ്. അപ്പളാ മക്കൾ ആലോചിച്ച, പടച്ചോനെ നോമ്പ് പറഞ്ഞിട്ടില്ല റബ്ബേ, ഇവിടെ സുജൂദ് ഒന്നാം റക്അത്തിന്റെ രണ്ടാമത്തെ സുജൂദ് തീർന്നില്ല. അപ്പുറത്തെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കല തുടങ്ങി. അപ്പൊ ഈ മിഹ്റാബിന്റെ നേരെ ബേക്കുള്ള അതിന് ഖാദർ എന്ന് പറഞ്ഞു, വലിയ വളവനാ. ഖാദർ പതുക്കെ ഇങ്ങനെ തപ്പി നോക്കിയാണ്. ഇപ്പൊ ഉസ്താദ് അവിടെ മിഹ്റാബിലുണ്ടോ അതുമാണല്ലോ അറിയാ. ഉസ്താദ് ഇങ്ങനെ തപ്പി നോക്കും, മിഹ്റാബ് കാലിയാ. പതുക്കെ ഖാദർ ആലോചിച്ച് നോക്കി. നോക്കുമ്പോ ഉസ്താദ് ഓടാ ഓട്ടം പള്ളി പറമ്പോ കട്ടപ്പാടത്ത് കൂടെ. എടാ അദ്രമാനെ മുജീബ് ഒന്ന് എഴുന്നേൽക്കട, നമ്മുടെ ഇമാമാടാ പോണത്. ഇവര് എണീറ്റ് നോക്കും, ഉസ്താദ് ഓടാ ഓട്ടാ എന്ന് പറഞ്ഞ രൂപത പേടിച്ചോടിയുള്ള ഓട്ടം. അങ്ങനെ മഹാനായ ആബിദ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കുതിച്ചോടുക. അങ്ങനെ ഓടുന്ന സമയത്ത് തൊട്ട് പിന്നാലെ ആര് വന്നു? തൊട്ട് പിന്നാലെ ജാരിയയും തൊട്ട് പിന്നാലെ വരിക. ആബിദ് റളിയല്ലാഹു അൻഹു ഓടി 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 നേരെ പള്ളിയിലേക്ക് അങ്ങോട്ട് കേറുമ്പോ അവിടുന്ന് ആളുകൾ വിളിക്കുന്നു, ആബിദേ ആബിദേ. ഇതോടുകൂടി ആബിദ് റളിയല്ലാഹു അൻഹു വിറക്കാൻ തുടങ്ങി. പടച്ചോനെ, ആ പെൺകുട്ടി എന്നെ കടന്നു പിടിച്ചത് ഇവരാരെങ്കിലും കണ്ടോ? ഇല്ലേ, ഞാനൊന്നും ചെയ്തില്ല, ആ പെൺകുട്ടിനെ കടന്നു പിടിച്ചതാ എന്ന് പറയണം തോന്നി, പക്ഷെ പറഞ്ഞില്ല. നേരെ അങ്ങോട്ട് കയറി ചെന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ ആബിദേ, എന്താ ഓടുന്നത്? അല്ല, ബാങ്ക് വിളിച്ചോ? സമയമായിട്ടില്ലാന്ന്. പിന്നെ നിങ്ങളൊക്കെ പുറത്തിറങ്ങി നിൽക്കണേ. ഞങ്ങൾ നിന്നെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക. എന്തുണ്ടായി? ഒന്നുമല്ല, ഞങ്ങളെല്ലാവരും ഇപ്രാവശ്യം ഹജ്ജിന് പോകുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. സൽമാൻ ഫാരിസിയുടെ നേതൃത്വത്തിലാണ് പോകുന്നത്. പക്ഷെ ഞങ്ങൾക്കൊരു നിബന്ധന. എന്താ? ഒന്നുമല്ല, നിങ്ങൾ ഞങ്ങളെ അമീറായിട്ട് വേണം. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ആബിദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, അമീറെങ്കിൽ അമീർ ഇപ്രാവശ്യം ഹജ്ജിനായിട്ട് പോവുക. എന്നാൽ ഹജ്ജിന് പോയി വരുമ്പോത്തിന് ഈ പണ്ടാറ പഹച്ചിനെ ആരെങ്കിലും കെട്ടിക്കൊണ്ടേക്കോളല്ലോ, ആ ശല്യമാണ് തീരല്ലോ. മഹാനായ ആബിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, ഞാൻ റെഡിയാ, എങ്കിൽ എത്രയും പെട്ടെന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ നീക്കണം. മഹാനായ ആബിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞ് ആബിദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടി. എന്നിട്ടോ ഹജ്ജിന് പോകാൻ ആവശ്യമായ സാധന സാമഗ്രികൾ എത്രയും പെട്ടെന്ന് ബാണ്ട കെട്ടിലാക്കി ആബിദ് റളിയല്ലാഹു അൻഹു സുബഹി ആയപ്പോഴേക്കും പള്ളിയിലേക്ക് തന്നെ എത്തി. വിഷയങ്ങൾ സംസാരിച്ചു. ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആബിദ് റളിയല്ലാഹു അൻഹു പിന്നെ വീട്ടിലേക്ക് പോയിട്ടില്ല എന്നാ. കാരണം എന്താ? ആളുകളൊക്കെ വരുന്ന അവരുടെ പേരും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നു, ഹജ്ജാജികൾക്കുള്ള സൗകര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി കൊണ്ടിരിക്കുക. ആബിദ് റളിയല്ലാഹു അൻഹു പിന്നെ വീട്ടിലേക്ക് പോയില്ല. ജാരിയെ അന്നത്തെ ളുഹറിന് വന്ന്, പടച്ചോനെ ആബിദിനെ കാണാനില്ല. അസറിന് വന്ന്, ആബിദിനെ കാണാനില്ല. മഗ്‌രിബിന് വന്ന്, പടച്ചോനെ ആബിദ് നിസ്കാരം നിർത്തിയോ?
വേണ്ടായിരുന്നു, ഞാൻ കടന്നു പിടിച്ചത് അബദ്ധായി പോയത്. ഇപ്പൊ ളുഹുർ അസർ മഗ്രിബ് നിസ്കരിക്കണില്ല, അയാൾ നിസ്കാരം നിർത്തിയാല് ഞാൻ എന്ത് ചെയ്യും? പടച്ചോനെ, വല്ലാത്തൊരു പൊട്ടത്തി എന്നായി പോയി. ഞാൻ കടന്നു പിടിച്ചതാ പേച്ചത്. പെൺകുട്ടി ദിവസങ്ങളോളം അന്വേഷിക്കാൻ തുടങ്ങി, ആബിദിനെ കാണുന്നില്ല. 3-ാമത്തെ ദിവസമായി. 4-ാമത്തെ ദിവസം ഒരു ചെറുപ്പക്കാരനെ വിളിച്ച് ജാരി ചോദിച്ചു, മോനെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇവ അന്തം വിട്ടിങ്ങനെ നിക്ക. കാരണം ആരാ കൂട്ടരായി വിളിക്കണത്? ജാരിയ. ഇന്നൊരു 4 ആളോട് പറയണം, ജാരി എന്നെ വിളിച്ചിട്ടോ, എന്നെ വിളിച്ചടാ. വളരെ റാഹത്തിൽ ആ ചെറുപ്പക്കാരെ ഓടി വരിക. എന്താ വേണ്ടത്, എന്താ വേണ്ടതെന്നോ? ആകാശത്തുള്ള അമ്പിളിയമ്മാവനെ പിടിച്ചായിരുന്നോ? അതുവരെ റെഡിയാ. എന്താ വേണ്ടത്? അല്ല, ഈ ആബിദിനെ കണ്ടിരുന്നോ? ഏതാബിദ്? നമ്മളെ ഫളൂനുൽ ആബിദ്. ആബിദ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞത് കേട്ടു. ഹജ്ജിനോ? അതെ. ആരുടെ നേതൃത്വത്തിലാ? സൽമാൻ അൽ ഫാരിസിയുടെ നേതൃത്വത്തിൽ. എന്നാ പോകുന്നത്? ഇന്നാണല്ലോ അവിടെ യാത്ര പുറപ്പെടുന്നത്. ഇത് കേട്ടതോടുകൂടി ആ ജാരിയ എന്ന പെൺകുട്ടി അതാ വീട്ടിലേക്ക് ഓടി ചെന്നുകൊണ്ട് തന്റെ അടിമയായ റയ്ഹാനുൽ അസ്വദ്, അടിമ സ്ത്രീയായ സഈദ, ഇവർ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് പറയുന്നു, സൽമാനുൽ ഫാരിസി സത്യത്തിലായെന്ന് ഹജ്ജിനോരുങ്ങുവാൻ താൽപര്യപ്പെടുത്തിയിടുന്നു. ഹജ്ജിനോരുങ്ങുവാൻ താൽപര്യപ്പെടുത്തിയിടുന്നു. സുന്ദരാജല്ലേ ഇന്നിതാ വന്നണഞ്ഞില്ലേ സൽമാനുൽ ഫാരിസി സത്യത്തിലായെന്ന് ഹജ്ജിനോരുങ്ങുവാൻ താൽപര്യപ്പെടുത്തിയിടുന്നു. ഹജ്ജിനോരുങ്ങുവാൻ താൽപര്യപ്പെടുത്തിയിടുന്നു. പുതുമയിൽ ജനക്കൂട്ടം നാമവും നൽകുന്നേ, പുതുമുഖ ഫളൂലും അവിടെ വന്നടുത്ത് പുതുലഞ്ഞ ജാരിയയും വിവരങ്ങൾ അറിഞ്ഞ്. പുതുമയിൽ ജനക്കൂട്ടം നാമവും നൽകുന്നേ, പുതുമുഖ ഫളൂലും അവിടെ വന്നടുത്ത് പുതുലഞ്ഞ ജാരിയയും വിവരങ്ങൾ അറിഞ്ഞ്. പുതിയായി ഹജ്ജിനായവൾ പേര് നൽകുന്നേ, പുതിയായി ഹജ്ജിനായവൾ പേര് നൽകുന്നേ. സുന്ദരാജല്ലേ ഇന്നിതാ വന്നണഞ്ഞില്ലേ സൽമാനുൽ ഫാരിസി സത്യത്തിലായെന്ന് ഹജ്ജിനോരുങ്ങുവാൻ താൽപര്യപ്പെടുത്തിയിടുന്നു. ഹജ്ജിനോരുങ്ങുവാൻ താൽപര്യപ്പെടുത്തിയിടുന്നു. ഹജ്ജിന് പോകുന്നെന്ന് വാർത്ത കേട്ട ജാരിയ എന്ന പെൺകുട്ടി തന്റെ വീട്ടിലേക്ക് ഓടിക്കൊണ്ട് അടിമയായ റയ്ഹാനുൽ അസ്വദ്, അടിമ സ്ത്രീയായ സഈദ, ഇവർ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ 3-4 ആളുകൾക്ക് ആവശ്യമായ മുഴുവൻ സാധന സാമഗ്രികളും എത്രയും പെട്ടെന്ന് ഒരുക്കി തയ്യാറാക്കി പുറപ്പെടുക. നമ്മൾ ഹജ്ജിന് പോവുകയാ. ഇപ്പൊ തന്നെ ബീവി, ഇത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ അനുസരിച്ചാൽ മതി, സമയം കളയരുത്. ഒരു 3-4 ആൾക്ക് ആവശ്യമായി എത്രയും പെട്ടെന്ന് എടുത്ത് ഭാണ്ഡത്തിലാക്കി ഉടനെ പുറപ്പെടുക. യജമാനത്തിയുടെ കൽപ്പന. റയ്ഹാനുൽ അസ്വദും സഈദയും കൂടി അതാ 3-4 ആളുകൾക്ക് ആവശ്യമായ സാധന സാമഗ്രികളെല്ലാം ഒരുക്കിക്കൊണ്ട് ഭാണ്ഡക്കെട്ടുകളാക്കി ആ 3 പേരും മദീനത്തെ പള്ളി ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും മഹാനായ ഫളൂലുൽ ആബിദിന്റെ നേതൃത്വത്തിൽ ആ ഹജ്ജാജികളുടെ സംഘം പുറപ്പെട്ടു. അവർ തസ്ബീഹുകളും തഹ്ലീലുകളുമായി പതിയെ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടപ്പോ ഏറ്റവും ലാസ്റ്റ് മഹാനായ സൽമാനുൽ ഫാരിസി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുക, ഇനി ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും വരാനുണ്ടോ എന്ന് നോക്കുമ്പോണ്ട് 3 ആളുകൾ ഇങ്ങനെ ഓടി വരിക. സൽമാനുൽ ഫാരിസി നോക്കി, ആരാണത്? 2 സ്ത്രീയും 1 പുരുഷനും. അവർ നേരെ വന്നു, ഞങ്ങളുമുണ്ട് ഹജ്ജിന്, പേരെഴുതി ജാരിയ, സഈദ, 2 പേരെയും സ്ത്രീകളുടെ ഭാഗത്ത്
ഭാഗത്തേക്ക് വിട്ടു, റൈഹാനുൽ അസ്വദ് പുരുഷന്മാരുടെ ഭാഗത്തേക്കും വിട്ടു. അങ്ങനെ ആ ഹജ്ജാജികളുടെ സംഘം തസ്ബീഹുകളും തഹ്ലീലുകളുമായി അതാ അവർ മക്കയെ ലക്ഷ്യമാക്കി കൊണ്ട് കുതിച്ചുകൊണ്ടിരിക്കുമ്പോ അവർക്ക് നേതൃത്വം ചെയ്തുകൊണ്ട് മഹാനായ ഫളുൽ ആബിദ് റളിയല്ലാഹു അൻഹു രണ്ട് കൈയും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഹജ്ജാജികളുടെ സംഘം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഫളിലുരന്ന് എൻ്റെ മനം നിറയെ കുളിര് തന്ന് മന്നാനെ എൻ്റെ റാഹത്താക്കിടൂ എൻ്റെ മനസ്സിലുള്ളത് നിറവേറ്റിടൂ മഹമൂദായ ഫളിലുരന്ന് എൻ്റെ മനം നിറയെ കുളിര് തന്ന് മന്നാനെ എന്നെ റാഹത്താക്കിടൂ എൻ്റെ മനസ്സിലുള്ളത് നിറവേറ്റിടൂ. തസ്ബീഹുകളും തഹ്ലീലുകളും ചൊല്ലിക്കൊണ്ട് ആ ഹജ്ജാജികൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഒരു പെൺകുട്ടി അതാ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നു. അവളുടെ പേരാണ് ജാരിയ. അവൾ ചിന്തിക്കുന്നു, ഞാൻ പോകുന്നത് കഅബയിലേക്കൊന്നുമല്ല, എനിക്ക് ചെയ്യേണ്ടത് ഹജ്ജുമല്ല, എനിക്ക് കാണേണ്ട കഅബ. ഫളുൽ ആബിദ എവിടെ? ആ പെൺകുട്ടി ആളുകളെ മുഴുവൻ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആരും അറിയാതെ ഒരു ഭാഗത്തിലൂടെ ഒരു സൈഡിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആബിദ് റളിയല്ലാഹു അൻഹു എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ട് നീങ്ങി കുറെ മുമ്പോട്ട് എത്തിയപ്പോണ്ട് ഏറ്റവും മുൻപന്തിയിൽ 2-3 ഭാണ്ഡക്കെട്ടുകൾ തോളിലേറ്റിക്കൊണ്ട് ആബിദ് റളിയല്ലാഹു അൻഹു ഒറ്റക്ക് മുൻപന്തിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അല്ലാഹ് കണ്ടുപിടിച്ചു, ആബിദേ നീ ഒറ്റക്കാണല്ലേ, എനിക്ക് സൗകര്യവുമായി. ആ ജാരിയ എന്ന പെൺകുട്ടി മന്ദം നടന്ന് ആബിദ് റളിയല്ലാഹു അൻഹു തൊട്ടു പിന്നാലെ എത്തി. വളരെ ആവേശത്തോടു കൂടി പറഞ്ഞു, അസ്സലാമു അലൈക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പെണ്ണേ, നീ ഇവിടെയോ? പ്രാണനാഥ, നിങ്ങൾ ഈ ഹജ്ജ് സംഘത്തിലുണ്ടെന്ന് അറിഞ്ഞപ്പോ എനിക്ക് വീട്ടിലേക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതാ. പെണ്ണേ, നാം പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട കഅബയിലേക്ക്, ഹജ്ജ് കർമ്മത്തിന് വേണ്ടി. ആ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പടച്ച റബ്ബേ, വർഷക്കാലമായി കഴിഞ്ഞ ഈ കാലം വരെ ഹറാം എന്തെന്നറിയാതെ ഹലാൽ എന്തെന്നറിയാതെ നെടുനെട്ടോട്ടം ഓടുകയായിരുന്നു. പടച്ച റബ്ബേ, പുറത്തു തരണേ അല്ലാ. കഅബ ഷരീഫിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് മോളെ നമ്മളൊക്കെ കഅബയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നിന്റെ മനസ്സിൽ ഈ രൂപത്തിലുള്ള ഒരു ചിന്തയും ഉണ്ടാവരുത്. പടച്ച റബ്ബിനെ മാത്രം ചിന്തിക്കുക. നമ്മൾ നാളിതുവരെ ചെയ്തു പോയ സകലമാന തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്തുകൊണ്ട് പടച്ച റബ്ബ് പുറത്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ജാരിയ പറഞ്ഞു, ആബിദേ, ഞാൻ പോകുന്നത് ഹജ്ജിനൊന്നുമല്ല, എനിക്ക് കാണേണ്ടത് നിന്നെയാ. നിന്നെ കാണാൻ വേണ്ടിട്ട് തന്നെ ഞാൻ പോകുന്നത്. ജാരിയ, ഞാൻ എന്നോട് വീണ്ടും പറയാ, ഞാൻ വൈവാഹിക ജീവിതത്തെ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാ. എനിക്ക് നിന്നോട് പറയാനുള്ളത്, പരിശുദ്ധമാക്കപ്പെട്ട കഅബയിലേക്കാണ് നമ്മൾ പോകുന്നത്. കഅബയിൽ പോയി പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് മോളെ തിരിച്ചു വരണം. എന്നിട്ട് നല്ലൊരു ചെറുപ്പക്കാരനുമായിട്ട് നീ വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടുക. ആബിദേ, ഞാൻ എന്റെ വയറിലേക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ എന്തിനാ വന്നതെന്നറിയോ? എത്ര ദിനരാത്രങ്ങളാ നമുക്ക് ഈ മരുഭൂമിയിലൂടെ താണ്ടാനുള്ളത്. വൈകുന്നേരം സമയമാകുമ്പോ നമ്മൾ വിശ്രമിക്കും. ആ സമയത്ത് നീ എന്റെ ഹൈമയിലേക്ക് വരണം. എന്റെ ദാഹവും മോഹവും നീ തീർത്തു തരണം. അതിന് വേണ്ടിയാ ആബിദേ ഞാൻ എന്റെ പിന്നാലെ കൂടിയത്. ജാരിയ, നിനക്കറിയോ, പടച്ച റബ്ബ് സ്വർഗവും നരകവും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ നരകവും സ്വർഗവും സൃഷ്ടിച്ചു വെച്ചിട്ട് പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾക്ക് കാലാകാലം ജീവിക്കാനുള്ള ലോകം
അത് സ്വർഗ ലോകമാ, അത് തെരഞ്ഞെടുക്കണമെന്ന. പെണ്ണെ, നീ എന്നോട് പറയുന്നത് ഹറാമിന്റെ ഭാഗത്തിലേക്കാ, നീ എന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ഹറാമിന്റെ പാതയിലേക്കാ. അതുകൊണ്ട് പെണ്ണെ, കാലാകാലം ജീവിക്കേണ്ട സുവലോക സ്വർഗം ദുനിയാവിലെ ഒരു നൈമിഷികമായ നിമിഷങ്ങൾ കൊണ്ട് തട്ടിമാറ്റാൻ ഞാൻ ഒരുക്കമല്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ എന്നോട് പറയുന്നു, നീ കടന്നു പോവണം. നിന്റെ ചിന്ത ആകെ മാറിയിരിക്കുന്നു. ഇതുവരെ നീ വൈവാഹിക ജീവിതമായിരുന്നു ലക്ഷ്യം വെച്ചത് എങ്കിൽ ഇപ്പൊ നീ എന്നെ ക്ഷണിക്കുന്നത് ഹറാമിലേക്കാ. അതുകൊണ്ട് പോടി പിശാചാരി. ആട്ടിവിട്ടപ്പോ ജാരിയ പറഞ്ഞു, ആബിദേ, നീ എന്നെ ആട്ടിവിടണ്ട. ഞാൻ നിന്നോട് മര്യാദക്ക് പറയുന്നു, ഇന്ന് രാത്രി നീ എന്റെ ഹൈമയിലേക്ക് വരണം. എന്റെ ദാഹവും മോഹവും തീർത്തു തരണം. ഇല്ല എങ്കിൽ നാളത്തെ പ്രഭാതം നിനക്ക് എതിരായിരിക്കും. ഞാൻ നിനക്ക് വേണ്ട അത്രയും ശിക്ഷ ഞാൻ നിനക്ക് വാങ്ങിത്തരും. സമൂഹത്തിൽ വലിയ നിലയും വരെയുണ്ട് നിനക്കല്ലേ, അത് ഞാൻ പിച്ച് ചീന്തും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി എന്നെ കാക്കട്ടെ. ആബിദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ജാരിയ എന്തോ ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടി ആ പെൺകുട്ടി തന്റെ സ്ത്രീകളുടെ ഭാഗത്തേക്ക് പോയി. അന്ന് വൈകുന്നേര സമയമായി. സൽമാൻ ഫാരിസി പറഞ്ഞു, ഹജ്ജാജികളെ, നല്ല സുന്ദരമായൊരു പ്രദേശം, ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന വെള്ളം കിട്ടാൻ സാധ്യതയുള്ള പ്രദേശം. നമുക്ക് ഇന്ന് രാത്രി ഇവിടെ ടഞ്ചടിക്കാം, ഇവിടെ ഹൈമയടിക്കാം. നാളെ രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷം യാത്ര തുടരാം. ഇത് കേൾക്കേണ്ട താമസം ഹജ്ജാജികൾ മുഴുവനും തങ്ങളുടെ വാഹനങ്ങൾ ഒരു ഭാഗത്തേക്ക് ഒരുക്കി നിർത്തി അതാ ടെന്റുകളൊക്കെ കെട്ടി തയ്യാറാക്കിക്കൊണ്ട് അതിന്റെ അകത്ത് നിസ്കാരമായി, തസ്ബീഹുകളായി, തഹ്ലീലുകളായി അവർ അല്ലാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. യാത്രാ ക്ഷീണം കൊണ്ട് മുഴുവൻ ആളുകളും ഉറക്കിലേക്ക് വീണു. ആബിദ് റളിയല്ലാഹു അൻഹു ഒരുപാട് സമയം നിന്ന് നിസ്കരിച്ചു. അവസാനം ആബിദ് റളിയല്ലാഹു അൻഹു ഉറക്കിലേക്ക് വഴുതി. എല്ലാവരും ഉറങ്ങിയപ്പോ ഒരു ഹൈമയിൽ മാത്രം ഒരു പെൺകുട്ടി ഉറങ്ങാതെ കാത്തു നിൽക്കുന്നു. അവൾ ചിന്തിക്കുന്നു, ഇന്ന് എന്തായാലും ആബിദ് വരും. കാരണം ഞാൻ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ആബിദ് എന്റെ ഹൈമയിലേക്ക് വരാതിരിക്കില്ല. രാത്രിയുടെ 1-ാം യാമം കഴിഞ്ഞു, ആബിദ് വരുന്നില്ല. 2-ാം യാമം കഴിഞ്ഞു, ആബിദിനെ കാണുന്നേ ഇല്ല. 3-ാം യാമമായിട്ടും ആബിദിനെ കാണാത്തപ്പോ ആ പെൺകുട്ടി ചിന്തിച്ചു, ഓഹോ, ആബിദിന് കിട്ടാക്കനിയല്ലേ, എങ്കിൽ അവനെ ഒരു പാഠം പഠിപ്പിക്കണം. ആ പെൺകുട്ടി എന്ത് ചെയ്തെന്നറിയോ? ഒരു തൂവാല എടുത്തു. ആ തൂവാലയിൽ തന്റെ കഴുത്തിലുണ്ടായിരുന്ന ഒരു രത്നമാല, ആ മാലയെടുത്ത് ആ തൂവാലയിലേക്ക് വെച്ചു. 1000 സ്വർണ്ണ നാണയം എടുത്ത് അതും ആ തൂവാലയിൽ വെച്ചു, ഭദ്രമായി കെട്ടി. എന്നിട്ട് ആ പെൺകുട്ടി അർദ്ധരാത്രിയിൽ പുറത്തേക്കിറങ്ങി. മഹാനായ ഫളുൽ ആബിദ് അങ്ങ് ദൂരെ ടെന്റ് കെട്ടിക്കൊണ്ട് ഒറ്റയ്ക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് കാത്തു നിൽക്കുക. ഇബാദത്ത് ചെയ്തുകൊണ്ട് ഒരു ഭാഗത്ത് ദൂരെ ആളുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആബിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൈമയിലേക്ക് ജാരിയ എന്ന പെൺകുട്ടി കടന്നു കയറി. ആബിദ് റളിയല്ലാഹു അൻഹു സുഖമായിട്ട് ഉറങ്ങുന്നു. ആബിദേ, നീ സുഖമായിട്ട് ഉറങ്ങുന്നു. നിന്നെ ആലോചിച്ചു കൊണ്ട് ഒരു പോള കണ്ണെടുക്കാൻ ജാരിയക്ക് കഴിഞ്ഞിട്ടില്ല. നിന്റെ അവസാനത്തെ ഉറക്ക. നാളെ പ്രഭാതമായാൽ പിന്നെ നീ ഉറങ്ങില്ല, ഞാൻ ഉറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ഈ സാധനം എവിടെ വെക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് നോക്കുമ്പോണ്ട് തന്റെ ബാണ്ടക്കെട്ടുകൾ 3 ബാണ്ടക്കെട്ടുകൾ അട്ടിയാക്കി വെച്ചിരിക്കുന്നു. ആബിദ് റളിയല്ലാഹു അൻഹു 1-ാമത്തെ ബാണ്ടക്കെട്ടെടുത്ത് താഴെ വെച്ചു, 2-ാമത്തെ ബാണ്ടക്കെട്ടെടുത്ത് വെച്ചു, 3-ാമത്തെ ബാണ്ടക്കെട്ടെടുത്ത് അത് കെട്ടയിച്ചുകൊണ്ട് ഈ തൂവാല ആ 3-ാമത്തെ ബാണ്ടത്തിലേക്ക് വെച്ചു. ബാണ്ടം ഭദ്രമായി കെട്ടി യഥാസ്ഥാനത്ത് തിരിച്ചു വെച്ചു. 2-ാമത്തെ ബാണ്ടക്കെട്ടെടുത്ത് അതിന്റെ മുകളിലേക്ക് വെച്ചു, 1-ാമത്തെ ബാണ്ടക്കെട്ടെടുത്ത് അതിന്റെ മുകളിലും വെച്ചു. ഞാനൊന്നും അറിയില്ല രാമനാരായണ എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങി. നേരെ തന്റെ ഹൈമയിൽ പോയി സുഖമായി കിടന്നുറങ്ങി. പിറ്റേ ദിവസം പ്രഭാതമായി. സുബഹി നിസ്കാരാനന്തരം ആളുകളൊക്കെ യാത്ര പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി നിൽക്കുമ്പോ അതാ സ്ത്രീകളുടെ ഭാഗത്തിരുന്ന് ഒരു അട്ടഹാസം കേൾക്കുന്നു. ആ അട്ടഹാസം കേട്ട ഭാഗത്തിലേക്ക് മുഴുവൻ ആളുകളും ഓടിക്കൂടിയപ്പോൾ എന്റെ ആഭരണോ പോയി, ഇവിടെ പെട്ടിയിൽ വെച്ച് ഞാനുറങ്ങിപ്പോയി. ഇന്നലെ നൗമീലി എന്റെ ആഭരണം പോയി, ഇവിടെ പെട്ടിയിൽ വെച്ച് ഞാനുറങ്ങിപ്പോയി. കൂടെ എന്റെ 1000
കൂട്ടുകാർക്കും ജീവിതം പാഴായി. ഇന്നലെ നൗമീലി എന്റെ ആഭരണം പോയി. ഇവിടെ പെട്ടിയിൽ വെച്ച് ഞാനുറങ്ങിപ്പോയി. കൂടെ എന്റെ 1000 രൂപയും നഷ്ടമായി. കൂടെയുള്ള കൂട്ടുകാർക്കും ജീവിതം പാഴായി. ഞങ്ങൾ 2-3 പേർക്ക് ജീവിക്കാൻ ആവശ്യമായ സ്വർണ്ണ നാണയം ആരോ മോഷ്ടിച്ചിരിക്കുന്നു. എന്റെ സ്വർണ്ണാഭരണം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, അതൊന്ന് വാങ്ങി തരണേ എന്നുള്ള അട്ടഹാസമാണ് ഹജ്ജാജികൾ മുഴുവൻ കേട്ടത്. എല്ലാ ഹജ്ജാജികളും ജാരിയുടെ ടെന്റിലേക്ക് എത്തി. സൽമാൻ ഫാരിസി വിവരം അറിഞ്ഞു ഓടിയെത്തി. പെണ്ണെ, എന്തുണ്ടായി? എന്റെ രത്നമാലയും 1000 സ്വർണ്ണ നാണയവും ആരോ മോഷ്ടിച്ചിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹജ്ജാജുകളുടെ കൂട്ടത്തിൽ കള്ളന്മാരോ? അതുണ്ടാവാൻ സാധ്യതയില്ല. മഹാനായ സൽമാൻ ഫാരിസി പറഞ്ഞു, ഹജ്ജാജികളെ, നമ്മളൊക്കെ പുറപ്പെട്ടത് പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മത്തിന് വേണ്ടിയാണ്. നിങ്ങൾ ആരെങ്കിലും അറിയാതെ ഈ പെൺകുട്ടിയുടെ ആഭരണവും സ്വർണ്ണ നാണയവും എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഭാഗത്ത് മാറി നിൽക്കാം, എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് തരണം. എന്നാൽ ഇവിടെ വെച്ചോ നാളെ ഉമറിന്റെ കോടതിയിൽ വെച്ചോ അവർക്ക് ശിക്ഷയും ഉണ്ടായിരിക്കില്ല. കാരണം ഇത്രയും പേര് ഇവിടെ ഉണ്ടാകുമ്പോൾ പുറമെ നിന്ന് ഒരാളും ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. ഇത് കേട്ടപ്പോ ഹജ്ജാജികൾ പറഞ്ഞു, അല്ലയോ സൽമാൻ, നിങ്ങൾ എന്തായി പറയണത്? മോഷ്ടിക്കാൻ ഞങ്ങൾക്ക് വല്ല ഉദ്ദേശമുണ്ട് എങ്കിൽ ഞങ്ങൾ എന്തിന് ഹജ്ജിന് പുറപ്പെട്ടു? ആളുകളൊക്കെ പുറപ്പെട്ടാൽ മദീനയിലെ വീടുകൾ കാലിയാ, ഞങ്ങൾക്ക് അവിടെ നിന്നാൽ മതിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും മോഷ്ടിക്കാൻ വേണ്ടി വന്നവരല്ല. സൽമാൻ ഫാരിസി പറഞ്ഞു, നിങ്ങളൊക്കെ മോഷ്ടിക്കാൻ വേണ്ടി വന്നവരാണെന്നല്ല ഞാൻ പറഞ്ഞത്. ആരെങ്കിലും അറിയാതെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഭാഗത്ത് മാറി നിൽക്കാം, നിങ്ങൾ ആരും അറിയണ്ട, ആ സാധനം എന്നെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് സൽമാൻ ഫാരിസി ഒരു ഭാഗത്ത് മാറി നിന്നു. വിലപ്പെട്ട സമയങ്ങൾ നീങ്ങി എന്നല്ലാതെ ഒരാളും ആ ആഭരണവുമായി സൽമാൻ ഫാരിസി അടുക്കലേക്ക് വന്നില്ല. ഉടനെ തന്നെ സൽമാൻ ഫാരിസി ജാരിയുടെ അടുക്കലേക്ക് വന്നു പറഞ്ഞു, ജാരിയ, ഞാൻ മുഴുവൻ ആളുകളോടും അന്വേഷിച്ചു, ഒരാളിന്റെ സാധനം എടുത്തിട്ടില്ല. അതുകൊണ്ട് ആ ബാണ്ട കിടക്കുന്ന അയച്ചു നോക്ക്. ഞാൻ എല്ലാം പരിശോധിച്ചു, എന്റെ സ്വർണ്ണം നഷ്ടപ്പെട്ടിരിക്കുന്നു, എന്റെ രത്നമാലയും നഷ്ടപ്പെട്ടിരിക്കുന്നു, അതൊന്ന് വാങ്ങി തരണം. ഞാൻ എല്ലാവരോടും അന്വേഷിച്ചു. അപ്പൊ ജാരിയ പറഞ്ഞു, അല്ലേ സൽമാൻ, നിങ്ങൾ എന്തായി പറയണത്? ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കൊണ്ടുവന്ന് തരും ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ. പിന്നെ ഞാനെന്ത് ചെയ്യണം? പരിശോധിക്കണം. നമ്മുടെ കൂട്ടത്തിൽ ആരോ അത് മോഷ്ടിച്ചിരിക്കുന്നു, അതൊന്ന് വാങ്ങി തരണം. സൽമാൻ ഫാരിസി പറഞ്ഞു, ഇതൊക്കെ ഹജ്ജാജികളാ, ഇവരൊക്കെ കള്ളന്മാരെ പരിശോധിക്കും പോലെ പരിശോധിക്കണം എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും, കാരണം എന്റെ സാധനം നഷ്ടപ്പെട്ടിരിക്കുന്നു, പരിശോധിക്കണം. ഇത് കേട്ടപ്പോ ഹജ്ജാജികൾ പറഞ്ഞു, അല്ലയോ സൽമാൻ, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? നിങ്ങൾ ഞങ്ങളുടെ അമീറല്ലേ, ഞങ്ങളെ പരിശോധിക്കണം. സൽമാൻ ഫാരിസി പറഞ്ഞു, നിങ്ങൾ എത്ര പേരുണ്ട്? നിങ്ങളൊക്കെ പാട് പരിശോധിക്കുമ്പോൾ സമയം എത്ര നഷ്ടപ്പെടും? പ്രശ്നമില്ല, നിങ്ങൾ ഞങ്ങളെ 10 പേരെ പരിശോധിക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ ഈ 10 പേര് ബാക്കിയുള്ള ആളുകളെ പരിശോധിക്കാൻ വേണ്ടി തയ്യാറാവാം. തരക്കെടില്ല. സൽമാൻ ഫാരിസി 10 പേരെ പരിശോധിച്ചു. 10 പേര് കൂടിയിട്ട് ബാക്കിയുള്ളവരെ മുഴുവൻ പരിശോധിച്ചു. മുഴുവൻ ആളുകളെ പരിശോധിച്ചിട്ടും ഒരു സാധനം കിട്ടിയില്ല. അവസാനം സന്തോഷത്തോടു കൂടി സൽമാൻ ഫാരിസി പറഞ്ഞു, പെണ്ണേ, ഈ പാവപ്പെട്ട ഹജ്ജാജികളെ മുഴുവൻ കള്ളന്മാര് പരിശോധിക്കുമ്പോൾ ഞാൻ പരിശോധിച്ചു. നിന്റെ സാധനം ഇവിടെ കൂട്ടത്തിൽ ആരും എടുത്തിട്ടില്ല. ഞാൻ മുഴുവൻ ആളുകളെയും പരിശോധിച്ചു. നിങ്ങൾ എല്ലാവരെയും പരിശോധിച്ചോ? അതെ, ഞാൻ എല്ലാവരെയും പരിശോധിച്ചു. എല്ലാവരെയും പരിശോധിച്ചു. ഇനി ആരുമില്ല. ഇനി ആരുമില്ല എന്ന് ചോദിച്ചാൽ ഇപ്പോ ഒരാളും കൂടി ബാക്കിയുണ്ട്. അതാരാ? അത് മഹാനായ ഫളുൽ ആബിദ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട് അയാളെ പരിശോധിച്ചില്ല? ജാരിയ, നിന്റെ വാക്ക് അതിരിവിടുന്നു. നീ എന്താ പറഞ്ഞത്? ആദ്യം ഹജ്ജാജിമാരെടുത്തു, അവരെ പരിശോധിച്ചില്ല എന്ന് പറഞ്ഞപ്പോ ഫളുൽ ആബിദ് എടുത്തു എന്ന് പറയുന്നോ? അങ്ങനെയല്ല. എങ്ങനെയാണെങ്കിലും നിനക്കറിയോ ആരാ ഫളുൽ ആബിദ് എന്ന്? ഒരു പർവ്വത നിര ഒന്നാകെ സ്വർണമായി വന്നാലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത മഹാനായ ഫളുൽ ആബിദ് റളിയല്ലാഹു അൻഹു. അള്ളാന്റെ റസൂലിന്റെ വലത്തെ ഭാഗത്തിരിക്കുന്നത് ഞാൻ കണ്ടവനാ.
മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂട്ടുകാരനായിരുന്നു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇപ്പോഴും ഭരണകാര്യത്തിൽ വല്ല സംശയം വന്നാൽ ഓടി വരുന്നത് മഹാനായ ഫളുൽ ആബിദിന്റെ അടുക്കലേക്കാ. ആ ആബിദിനെ പറ്റിയാ നീ പറയുന്നത്? അദ്ദേഹത്തെ പരിശോധിക്കാനോ? നിങ്ങൾ പറയും വലിയ ആബിദാണ്, മുത്തഖിയാണ്, സ്വാലിഹാണെന്നൊക്കെ. പക്ഷെ ഞാനത് പറയില്ല. നീ ഇവനെന്താ പറയാ? നിങ്ങൾക്ക് അറിയോ, എനിക്ക് ഉറപ്പാ അതെടുത്തത് ആബിദ് തന്നെയാ. നിങ്ങളൊക്കെ മുത്തഖിയ, സ്വാലിഹാണ്, റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനൊക്കെ പറഞ്ഞോളി. പക്ഷേ ജാരിയന്റെ അടുക്കൽ അത് വില പോവില്ല. ഞാൻ ഈ ഹജ്ജിന് പോരുന്ന തന്നെ ആബിദ് റളിയല്ലാഹുവിനെ ഭയപ്പെട്ടിട്ടാ. ആബിദ് റളിയല്ലാഹുവിന് എന്നും എന്നെ ശല്യപ്പെടുത്തും. ഓരോ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് അവന് എന്നെ വിവാഹം കഴിക്കണം പോലും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ ഈ ഹജ്ജാജുകളുടെ കൂട്ടത്തിൽ കൂടിയത്. ഇന്നലെ പകലും അവൻ എന്റെ അടുക്കൽ വന്നു. എന്നിട്ട് അവൻ പറഞ്ഞു അവന്റെ ഹൈമയിലേക്ക് വരണം, അല്ല എങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന്. ഇതായിരുന്നു ആ നഷ്ടങ്ങൾ എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്റെ സ്വർണ്ണ നാണയം ഒന്ന് വാങ്ങിത്തരണം. ഇത് കേട്ടപ്പോ ഹജ്ജാജുകളുടെ കൂട്ടത്തിൽ നിന്ന് പലരും ദേഷ്യം പിടിച്ചുകൊണ്ട് ജാരിയെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നപ്പോ സൽമാൻ ഫാരിസി പറഞ്ഞു, നിൽക്ക്, ഞാനാ അമീർ, ഞാനാ നിങ്ങളുടെ നേതാവ്, ഞാൻ പരിഹാരം ഉണ്ടാക്കും. ശരി ജാരിയ, ഈ പറഞ്ഞ വാക്കുകൾ ഞാൻ വിശ്വസിച്ചില്ല, ഒരാളും വിശ്വസിക്കൂല. പക്ഷേ ഞാൻ ഒരിക്കലും ആബിദ് റളിയല്ലാഹുവിനെ പരിശോധിക്കാൻ പോവുകയുമില്ല. ജാരിയ പറഞ്ഞു, വേണ്ട, നിങ്ങൾ പരിശോധിക്കണ്ട. പക്ഷെ നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ ഞാൻ അള്ളാഹിനോട് പറയും, പടച്ച റബ്ബേ, സൽമാൻ ഫാരിസിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഹജ്ജിന് പോയി, എന്റെ സ്വർണ്ണനാണയം നഷ്ടപ്പെട്ടു, കള്ളനെ ഞാൻ കാണിച്ചു കൊടുത്തു, തറവാടിത്തത്തിന്റെ പേരിൽ സമൂഹത്തിൽ നിലയും വിലയും പറഞ്ഞ് അദ്ദേഹത്തെ പരിശോധിക്കാൻ പോലും സൽമാൻ തയ്യാറായില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ജാരിയ, മഹ്ശറയിലേക്ക് വെക്കരുത്, ഞാൻ പോകാൻ ഫളുൽ ആബിദിന്റെ അടുക്കിലേക്ക്, ഞാൻ പരിശോധിക്കാം എന്ന് പറഞ്ഞ് സൽമാൻ ഫാരിസി ഫളുൽ ആബിദ് ടെന്റിലേക്ക് നടക്കുമ്പോ ഹജ്ജാജികൾ കൂടെ വന്നുകൊണ്ട് പറഞ്ഞു, സൽമാൻ നല്ലോണം ശ്രദ്ധിക്കണം, നിങ്ങൾ ആരടുക്കിലേക്കാ പോകുന്നറിയോ? മഹാനായ ഫളുൽ ആബിദിന്റെ അടുക്കിലേക്കാ. ഒരിക്കലും മതബ് കേടുണ്ടാവരുത്. സൽമാൻ ഫാരിസി പറഞ്ഞു, അറിയാം, പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളുടെ നേതാവായി പോയില്ലേ, നിങ്ങളൊക്കെ നിക്ക്, ഞാൻ പോയിട്ട് സംസാരിക്കാം. മഹാനായ സൽമാൻ ഫാരിസി ഫളുൽ ആബിദ് ടെന്റിലേക്ക് കടന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സൽമാൻ, സമയം എത്രയായി? നമുക്ക് യാത്ര പുറപ്പെടണ്ടേ? സമയം വൈകിയില്ലേ? ഇങ്ങനെ പോയാൽ സൂര്യൻ ഉദിച്ചു വരാൻ തുടങ്ങി. ഇങ്ങനെ പോയാൽ നമ്മൾ വിചാരിച്ച ദിവസം നമുക്ക് മക്കയിലെത്തിക്ക് എത്തിപ്പെടാൻ കഴിയോ? നേരത്തെ പുറപ്പെടണമെന്ന് വിചാരിച്ചിരുന്നു. എന്നുണ്ടായി? നമ്മുടെ കൂട്ടത്തിൽ ജാരിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. എനിക്കറിയാം. അവൾക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയതല്ല. അവളുടെ 1000 സ്വർണ്ണ നാണയവും രത്നത്തിന്റെ മാലയും ആരോ മോഷ്ടിച്ചിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സൽമാൻ, ഹജ്ജാജുകളുടെ കൂട്ടത്തിൽ കള്ളന്മാരോ? അതുണ്ടാവില്ല. പക്ഷേ ഞാൻ മുഴുവൻ ഹജ്ജാജുകളെയും കള്ളന്മാരെ പരിശോധിക്കും പോലെ ഞാൻ പരിശോധിച്ചു. സൽമാൻ ഫാരിസി പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. ആബിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൽമാൻ, നിങ്ങൾ എന്തിനാ കരയണത്? നിങ്ങൾ ഡ്യൂട്ടിയല്ലേ ചെയ്തത്? നിങ്ങൾ എല്ലാവരെയും പരിശോധിക്കണം. ഞാൻ എല്ലാരും പരിശോധിച്ചു. എല്ലാരും പരിശോധിക്കി. ഞാൻ എല്ലാരും പരിശോധിച്ചു. എല്ലാരും പരിശോധിക്കി. ഞാൻ എല്ലാരും പരിശോധിച്ചു. അതോ നിങ്ങളാ പറയുന്നതിന്റെ കളവാ. നിങ്ങളുടെ കൂട്ടത്തിലൊരു യാത്രക്കാരനെ ഞാനും. നിങ്ങൾ എല്ലാവരും പരിശോധിച്ച് പറയുമ്പോ എന്നെ പരിശോധിച്ചോ? അതുകൊണ്ട് എന്നെയും പരിശോധിക്കാം. എന്നിട്ട് സാധനം കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ജാരിയോട് പറയുക, സാധനം ഇവിടെ ആരും മോഷ്ടിച്ചിട്ടില്ല, നമുക്ക് യാത്ര തുടരാം. അതുകൊണ്ട് എന്നെയും പരിശോധിക്കണം. സൽമാൻ ഫാരിസി പറഞ്ഞു, ഞാൻ എങ്ങനെയാ? അതൊക്കെ വിടുക, എന്നെ പരിശോധിക്കുക. സൽമാൻ ഫാരിസി വിറയാർന്ന കൈകളോടുകൂടി മഹാനായ ഫളുൽ ആബിദിനെ ഒരു കള്ളനെ പരിശോധിക്കും പോലെ പരിശോധിച്ചു. അൽഹംദുലില്ലാഹ്. അപ്പോഴേക്കും ഹജ്ജാജികളൊക്കെ ചുറ്റും കൂടി എല്ലാവരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് ധാരധാര ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പടച്ചോനെ, എന്തൊരു അബദ്ധമായി സംഭവിക്കാൻ പോകുന്നത്! എന്തോ ഒരു അപകടം നമുക്ക് വരാൻ പോകുന്നു. ആബിദ് റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ നിന്ന്
സ്വർണ്ണ നാണയം കിട്ടിയില്ല. സന്തോഷത്തോടു കൂടി സൽമാൻ ഫാരിസി ഒന്നാമത്തെ ബാണ്ടക്കെട്ടെടുത്ത് അത് അഴിച്ചു നോക്കി. അൽഹംദുലില്ലാഹ്, അതിലുമില്ല. രണ്ടാമത്തെ ബാണ്ടക്കെട്ടെടുത്ത് അതും അഴിച്ചു നോക്കി. മൂന്നാമത്തെ ബാണ്ടക്കെട്ട് ഇങ്ങോട്ട് എടുത്തപ്പോഴേക്കും ജാരിയ എന്ന പെൺകുട്ടി സകലമാന ആളുകളെയും തട്ടിമാറ്റിക്കൊണ്ട് അവൾ മുൻപന്തിയിലേക്ക് കയറി വന്നു. മഹാനായ സൽമാൻ ഫാരിസി അതാ ബാണ്ടക്കെട്ട്, മൂന്നാമത്തെ ബാണ്ടക്കെട്ടെടുത്ത് അതങ്ങ് കുടഞ്ഞപ്പോൾ കുടഞ്ഞു, രത്നമാല പൊഴിഞ്ഞു, ഭാവുകളെല്ലാം അന്ന് മാറി മറിഞ്ഞു. ഭാണ്ഡം കുടഞ്ഞു, രത്നമാല പൊഴിഞ്ഞു, ഭാവുകളെല്ലാം അന്ന് മാറി മറിഞ്ഞു. സൽമാനും ചോദിച്ചു സ്നേഹത്തിൻ പൊൻതാരം, സൽമാനും ചോദിച്ചു സ്നേഹത്തിൻ പൊൻതാരം, അത് മെല്ലെ മെല്ലെ ചെയ്തവനല്ലയോ? ഇത് നാമെല്ലാം നോക്കേണം, സന്യാസിയെ നോക്കേണം. ഇത് നാമെല്ലാം നോക്കേണം, സന്യാസിയെ നോക്കേണം. പാണ്ഡം കുടഞ്ഞു, രത്നമാല പൊഴിഞ്ഞു, ഭാവുകളെല്ലാം അന്ന് മാറി മറിഞ്ഞു. മഹാനായ സൽമാൻ ഫാരിസി മൂന്നാമത്തെ ബാണ്ടക്കെടുത്ത് കുടഞ്ഞപ്പോ 1000 സ്വർണ്ണ നാണയം രത്നമാലയും അടങ്ങുന്ന തൂവാല പുറത്തേക്ക് തെറിച്ചു വീണപ്പോ സകലമാന ആളുകളുടെ മനസ്സിൽ നിന്നും അറിയാതെ വന്നുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ജാരിയ ഉടനെ തന്നെ ആ തൂവാലയും സ്വർണ്ണ നാണയം എടുത്തുകൊണ്ട് പറഞ്ഞു, സൽമാൻ ഇങ്ങോട്ട് നോക്ക്, ഇത് എന്റെ രത്നമാലയാ, എന്റെ സ്വർണ്ണാഭരണങ്ങളാ. നിങ്ങൾ എന്താ പറഞ്ഞത്? സ്വാലിഹാണ്, ആബിദാണ്, മുത്തഖിയാണ്, കണ്ടോ ഇത് എന്റെ സാധന. സൽമാൻ ഫാരിസി പറഞ്ഞു, പെണ്ണെ അങ്ങനെയൊന്നും പറയരുത്. പിന്നെ എങ്ങനെ പറയണം? സൽമാൻ ഫാരിസിക്ക് മറുപടി ഒന്നും പറയാൻ കഴിഞ്ഞില്ല. സൽമാൻ ഫാരിസി പറഞ്ഞു, ഹജ്ജാജികളെ, ഇത് നിങ്ങളെല്ലാവരും സാക്ഷിയാ, എനിക്ക് ഒന്നും പറയാൻ വയ്യ. ഉമറിന്റെ കോടതി തീരുമാനിക്കട്ടെ. തൽക്കാലം ഫളുൽ ആബിദിനെ അറസ്റ്റ് ചെയ്യുക. സുബ്ഹാനല്ലാഹ്. മഹാനായ സൽമാൻ ഫാരിസി ഒരു കുറ്റപത്രം തയ്യാറാക്കി. ജാരിയ എന്ന പെൺകുട്ടിയുടെ 1000 സ്വർണ്ണ നാണയവും രത്നമാലയും ആബിദ് റളിയല്ലാഹു അൻഹു മോഷ്ടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബാണ്ട് കെട്ടില്ലെന്ന് അത് കണ്ടെടുത്തിരിക്കുന്നു സൽമാൻ ഫാരിസി. ചുറ്റുമുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇതിന്റെ സാക്ഷികളല്ലേ? ഞങ്ങളൊക്കെ സാക്ഷികളാ. എങ്കിൽ പേരെഴുതി ഒപ്പിട്. എല്ലാ ഹജ്ജാജികളും അതിൽ പേരെഴുതി ഒപ്പിട്ടു. ഞങ്ങളൊക്കെ സാക്ഷി. മഹാനായ ഫളുൽ ആബിദിൽ 2 കൈയും ബേക്കിലേക്ക് പിടിച്ചു കെട്ടി. രണ്ടാമത്തെ ദിവസം ആ ഹജ്ജാജുകളുടെ യാത്ര തുടർന്നു. ഒന്നാമത്തെ ദിവസം ഏറ്റവും മുൻപന്തിയിൽ അമീറായി കൊണ്ടായിരുന്നു ഫളുൽ ആബിദി എങ്കിൽ, രണ്ടാമത്തെ ദിവസം ഏറ്റവും പിന്നാലെ, ഏറ്റവും ബേക്കിൽ, 2 കൈയും ബേക്കിലേക്ക് പിടിച്ചു കെട്ടി അറസ്റ്റ് ചെയ്ത രൂപത്തിൽ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോ ജാരിയ എന്ന പെൺകുട്ടി വീണ്ടും ആരും അറിയാതെ ആബിദ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ആബിദേ, ഞാൻ നിന്നെ പേടിപ്പിക്കണമെന്ന് വിചാരിച്ചുള്ളൂ, പക്ഷേ രംഗം ആകെ വഷളായി. ഇനിയിപ്പോ നാളെ ഉമറിന്റെ കോടതിയിലേക്ക് എത്തിയാൽ ഉമറിന്റെ കോടതിയിൽ വെച്ച് നിന്റെ 2 കൈകളും ഛേദിച്ച് കളയും ഉമർ, എനിക്കറിയാം. പക്ഷേ ആബിദേ, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തും. ഉടനെ ആബിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പെണ്ണെ നീ എങ്ങനെ എന്നെ രക്ഷപ്പെടുത്തുക? അറിയണോ? ഞാൻ ഉമറിന്റെ കോടതിയിൽ ഈ കേസ് എടുക്കുമ്പോ ഞാൻ അങ്ങോട്ട് കയറി വരും. എന്നിട്ട് പറയും, അമീറുൽ മുഅ്മിനീൻ ആബിദ് റളിയല്ലാഹു അൻഹു നിരപരാധിയാ, തെറ്റുകാരി ഞാനാ. എനിക്ക് രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു രോഗമുണ്ട്. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് നടക്കുമ്പോ എന്റെ കയ്യിലുള്ള സാധനം പല സ്ഥലത്തും വെക്കാറുണ്ട്. അത് എന്റെ ഒരു അസുഖമാ. അത് ഞാൻ ഉമറിന്റെ കോടതിയിൽ പറഞ്ഞാൽ ആബിദേ, നിന്നെ ഉമറിന്റെ കോടതി വെറുതെ വിടും.
പക്ഷേ അത് ഞാൻ പറയണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഇന്ന് രാത്രി നീ എന്റെ ഹൈമയിലേക്ക് വരണം, എന്റെ ദാഹവും മോഹവും തീർത്തിട്ട്. എന്താ നീ പറഞ്ഞത്? ഇന്ന് നീ എന്നെ കള്ളനാക്കി. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കോടതിയിൽ വെച്ച് എന്റെ കൈകൾ നഷ്ടപ്പെട്ടാൽ റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ വെച്ച് ഞാൻ 1000 കൈകൾ ഞാൻ തിരിച്ചു വാങ്ങും. അതുകൊണ്ട് പെണ്ണെ, എനിക്ക് ആ കാര്യത്തിൽ ബേജാറില്ല, ഒരു പേടിയുമില്ല. ആബിദേ, ഞാൻ എന്നോട് മര്യാദക്ക് പറയാ, ഇന്നലെ വരെ ഉണ്ടായിരുന്ന സമൂഹത്തിലുള്ള നിലയും വിലയും നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് നീ കള്ളനാ, നാളെ നിന്നെ കൊലയാളിയാക്കാനും എനിക്ക് കഴിയും. മാത്രമല്ല, ഇന്ന് രാത്രി എങ്ങാനും നീ എന്റെ ഹൈമയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ലോകത്ത് ഇന്നേ വരെ ഒരാൾക്ക് കിട്ടാത്ത ശിക്ഷക്ക് നീ പാത്രീഭൂതനാവേണ്ടി വരും. പടച്ച റബ്ബനെ കാക്കട്ടെ. മഹാനായ ആബിദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു. ജാരിയ പറഞ്ഞു, ആബിദേ, മര്യാദക്ക് വരികയാ നല്ലത്, അല്ല എങ്കിൽ നിനക്ക് പ്രശ്നമാണ്, നിനക്ക് ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ജാരിയ തിരിച്ചുപോയി. അന്ന് വൈകുന്നേര സമയമായി. രാത്രി മുഴുവൻ ആളുകൾ നിസ്കാരവും തസ്ബീഹുകളായി കഴിഞ്ഞുകൂടി. എല്ലാവരും കിടന്നുറങ്ങി. ആബിദ് റളിയല്ലാഹു മഹദിയായ ജാരിയ ചിന്തിച്ചു, ഇന്ന് എന്തായാലും ആബിദ് റളിയല്ലാഹുവിന് വരും. രാത്രിയുടെ 1-ാം യാമങ്ങൾ 2-ാം യാമവും 3-ാം യാമവുമായി ആബിദ് റളിയല്ലാഹുവിന് വരുന്നില്ല. ദേഷ്യം പിടിച്ച് ജാരിയ വീണ്ടും എഴുന്നേറ്റു. ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ആബിദ് റളിയല്ലാഹുവിന്റെ ഹൈമയിലേക്ക് നടന്നു. ആ സമയം ആബിദ് റളിയല്ലാഹുവിന് സുഖമായിട്ട് ഉറങ്ങുന്നു. ആബിദേ, ഇന്ന് നീ ഒരു കള്ളനാ, എന്നിട്ട് പോലും നീ സുഖമായി ഉറങ്ങുന്നു. നിന്റെ ഉറക്കം ഞാൻ അവസാനിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി പുറത്തേക്ക് വന്നു. തന്റെ ഹൈമയുടെ അടുക്കലുള്ള റൈഹാനുൽ അസ്വദ്, ആ റൈഹാനുൽ അസ്വദ് തന്റെ അടിമയായ റൈഹാനുൽ അസ്വദിന്റെ കൈ പിടിച്ചുകൊണ്ട് അത് ഓടുന്നു മരുഭൂമിയുടെ അങ്ങത്തലക്കലേക്ക്. ആരും കാണാതെ ഒരു മരച്ചുവട്ടിൽ പോയിട്ട് തന്റെ മുഴുവൻ ദാഹവും മോഹവും ആ അടിമയായ റൈഹാനുൽ അസ്വദിനെ കൊണ്ട് തീരിപ്പിച്ച് അവസാനം തന്റെ മോഹങ്ങളെല്ലാം തീർന്നു എന്ന് മനസ്സിലായപ്പോ ആബിദ് റളിയല്ലാഹുവിനെ ചതിക്കാൻ വേണ്ടി ആ പെൺകുട്ടി പറഞ്ഞു തന്റെ അടിമയോട്, അല്ലയോ റൈഹാൻ, നീ എന്റെ ദാഹവും മോഹവും തീർത്തു തന്നു, എനിക്ക് ഒരു കാര്യം കൂടി നിന്നോട് പറയാനുള്ളത്. എന്താ? ഞാൻ നിനക്കൊരു മരുന്നിന്റെ പാത്രം തരാം, ഒരു മരുന്നിന്റെ കുപ്പി തരാം. ഈ മരുന്നുമായിട്ട് നീ പോവണം മഹാനായ ഫളുൽ ആബിദിന്റെ അടുക്കലേക്ക്. എന്നിട്ട് ആബിദ് റളിയല്ലാഹുവിന്റെ മൂക്കിലേക്ക് ഞാൻ ഈ തരുന്ന മരുന്നിന്റെ കുപ്പി അത് നീ ആബിദ് റളിയല്ലാഹുവിന്റെ മൂക്കിലേക്ക് അടിക്കണം. അതോടുകൂടി ആബിദ് റളിയല്ലാഹുവിന്റെ ബോധരഹിതമാകും. മാത്രമല്ല, അങ്ങനെ ബോധരഹിതമായാൽ കിടന്നുറങ്ങൂ ഫദ്ല വേഗം എടുത്ത് നീയും വരണം, ഞൊടിയിടയിൽ മരുന്ന് മെല്ലെ കൊടുത്ത് മയക്കിടണം. കിടന്നുറങ്ങും ഫദ്ല വേഗം എടുത്ത് നീയും വരണം, ഞൊടിയിടയിൽ മരുന്ന് മെല്ലെ കൊടുത്ത് മയക്കിടണം. ഹാജ വെട്ടി തരുവനായി ഹദറത്തിലെത്തിക്കണോ, ആ മധുമതി വരുവോളമേ മോന്തി കുടിച്ചിടണോ. ഹാജ വെട്ടി തരുവനായി ഹദറത്തിലെത്തിക്കണോ, ആ മധുമതി വരുവോളമേ മോന്തി കുടിച്ചിടണം. കിടന്നുറങ്ങും ഫദ്ല വേഗം എടുത്ത് നീയും വരണം, ഞൊടിയിടയിൽ മരുന്ന് മെല്ലെ കൊടുത്ത് മയക്കിടണം. കിടന്നുറങ്ങും ഫദ്ല വേഗം എടുത്ത് നീയും വരണം, ഞൊടിയിടയിൽ മരുന്ന് മെല്ലെ കൊടുത്ത് മയക്കിടണം. കൊലക്കളത്തിലെ ചോര പൈതൽ എന്ന കഥയുടെ കാതലായ ഭാഗത്തിലേക്ക് വരികയാണ് ഇൻഷാ അല്ലാഹ്. ഒരു ചെറിയ ബക്കറ്റ്, നമ്മുടെ സംഘാടകരുടെ ഒരു ചെറിയ ബക്കറ്റ് എടുത്തുകൊണ്ട് ഒരുപാട് സഹോദരിമാരുണ്ട് നമ്മുടെ പരിപാടിയിലേക്ക് വന്നവര്. അവരൊരുപാട് കാശുമായിട്ട് നമ്മുടെ പരിപാടിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചോദിക്കാത്തതുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. ഞാനിവിടെ ബക്കറ്റ് പിരിവില്ല എന്ന് വിചാരിച്ച് നിൽക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് ഏതായിരുന്നാലും അവർ കൊണ്ടുവന്ന ആ കാശ് ഇനി തിരിച്ചു കൊണ്ടുപോകണ്ട. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മളെ പ്രവർത്തകന്മാർ, നമ്മുടെ സംഘാടകരുടെ ഒന്ന് പെട്ടെന്ന് ഒരു ചെറിയ ബക്കറ്റുമായിട്ട് ആ സഹോദരിമാരുടെ അടുക്കിലേക്ക് പോയാൽ അൽഹംദുലില്ലാഹ് അവരെ കയ്യിലുള്ളത് അവർ ആ ബക്കറ്റിൽ നിക്ഷേപിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മക്കളാമീൻ പറയും, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം ഓർമ്മ വരണം. നല്ലൊരു നീയത്ത് വെച്ചിട്ട് എൻ്റെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾ, അത് ഉമ്മയാവട്ടെ ഉപ്പയാവട്ടെ, അവരുടെ പരലോക ഗുണത്തിന് വേണ്ടി പടച്ച റബ്ബേ, ഞാനിത് മഹത്തായ നീർച്ചയിലേക്ക്, ഈ സ്വലാത്ത് വാർഷികത്തിലേക്ക് ഞാനൊരു സംഖ്യ നീയത്ത് ചെയ്യുന്നു എന്ന്
പറഞ്ഞ് ആ ബക്കറ്റിലേക്ക് ഇട്ടോ. അള്ളാഹു അനുഗ്രഹിക്കും, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുറച്ച് ഭാഗം കൂടി നമുക്ക് കഥ പറയാനുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒന്നും കൂടി ഒന്ന് ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് സഹോദരിമാരൊക്കെ ആ കാര്യം ഭംഗിയായി ഏറ്റെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് എപ്പോഴും എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ശ്രദ്ധ കഥയിലേക്ക് ക്ഷണിക്കാം. മഹാനായ ആബിദ് റളിയല്ലാഹു അൻഹു ടെന്റിൽ കിടന്നുറങ്ങുക. ജാരിയക്ക് തന്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു റൈഹാനുൽ അസ്വദിനെ കൊണ്ട്. എന്നിട്ട് റൈഹാനുൽ അസ്വദിന്റെ കയ്യിലേക്ക് ഒരു മരുന്ന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ആബിദിന്റെ മൂക്കിലേക്ക് മരുന്നിന് തുള്ളിയിട്ടിച്ചാൽ ബോധരഹിതനാകും, ബോധം കെടും. ആ സമയത്ത് ആബിദിനെ എടുത്തുകൊണ്ട് എന്റെ ഹൈമയിലേക്ക് കൊണ്ടുവരണം. റൈഹാനുൽ അസ്വദ് ചോദിച്ചു, ബീവി ഞാനാ പറയുന്നത്, നീ എന്റെ അടിമയാ, അനുസരിച്ചേ പറ്റൂ. റൈഹാനുൽ അസ്വദിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആ മരുന്നിന്റെ കുപ്പിയുമായിട്ട് നേരെ മഹാനായ ഫളുൽ ആബിദിന്റെ ഹൈമയിലേക്ക് പിറക്കുന്ന കൈകളോടുകൂടി 2-3 തുള്ളി മരുന്ന് ആബിദ് റളിയല്ലാഹുവിന്റെ മൂക്കിലേക്ക് ഇറ്റിച്ചു. താമര തണ്ട് പോലെ ആബിദ് റളിയല്ലാഹുവിന് വാടിക്കുഴഞ്ഞു. മഹാനായ ഫളുൽ ആബിദിനെ റൈഹാനുൽ അസ്വദ് തോളിലേക്കിട്ട് ജാരിയുടെ ടെന്റിലേക്ക് കൊണ്ടുവരുന്നു. ആ സമയത്ത് ജാരിയാണെങ്കിലോ അവൾ പട്ടുമെത്തയെല്ലാം വിരിച്ച് റെഡിയാക്കിക്കൊണ്ട് ആബിദിനെ സ്വീകരിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുക. ഈ സമയത്ത് ജാരിയ അപ്പോഴും നോക്കുന്നുണ്ട്, ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിക്ക് ആരെങ്കിലും സാക്ഷിയായിട്ടോ ആരെങ്കിലും ഉണ്ടോ നോക്കുമ്പോണ്ട് തന്റെ അടിമ സ്ത്രീയായ സഈദ അവൾ കണ്ണ് തുറന്നുകൊണ്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഓഹോ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു സാക്ഷിയും പാടില്ല. തന്റെ തലയുടെ അടിഭാഗത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ കഠാര എടുത്തുകൊണ്ട് സഈദ എന്ന പെൺകുട്ടിയുടെ നെഞ്ചിലേക്ക് ഒരൊറ്റ കുത്ത്. ആ പെൺകുട്ടി പെടഞ്ഞ് കൊല്ലപ്പെട്ടു. ജാരിയ രംഗം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. മഹാനായ ഫളുൽ ആബിദിനെ കൊണ്ട് റൈഹാനുൽ അസ്വദ് ആ ടെന്റിലേക്ക് പ്രവേശിച്ചു. പക്ഷേ പടച്ച റബ്ബിന്റെ ഖളാ എന്ന് പറയട്ടെ, ആബിദ് റളിയല്ലാഹു അൻഹു ടെന്റിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചപ്പോഴേക്കും ആബിദ് റളിയല്ലാഹുവിന് അല്ലാഹു ബോധം തിരിച്ചു നൽകി. ആബിദ് റളിയല്ലാഹു അൻഹു പിടഞ്ഞു എന്നിട്ട് കുരുത്തം കെട്ടവന്മാരെ, എന്താ നിങ്ങളുടെ പണി? ആബിദ് റളിയല്ലാഹു അൻഹു ഉറക്കെ ഒച്ച വെച്ചപ്പോ റൈഹാനുൽ അസ്വദ് ഇറങ്ങി ഓടി. കാരണം ആബിദ് റളിയല്ലാഹു അൻഹു ഒച്ച വെച്ചാൽ ഞാൻ കുടുങ്ങുമെന്ന് റൈഹാനുൽ അസ്വദ് അറിയാം. റൈഹാനുൽ അസ്വദ് ഇറങ്ങി ഓടി. ജാരിയ മാത്രമായി ആ സമയം ജാരിയ ചിന്തിക്കുന്നു, ആബിദിന്റെ സൗണ്ട് കേട്ടിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് ഓടി വന്നാൽ സകല പദ്ധതികളും പാളും. ഉടനെ ജാരിയ ഒരൊറ്റ പൊട്ടിക്കരച്ചിലായിരുന്നു. ആ പൊട്ടിക്കരച്ചിൽ കേട്ടപ്പോ ഹജ്ജാജികൾ മുഴുവൻ അർദ്ധരാത്രിയിൽ എന്താ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞ് ഹജ്ജാജികൾ മുഴുവൻ എഴുന്നേറ്റ് അവർ ഓടി വന്നത് ജാരിയുടെ ടെന്റിലേക്ക്. വന്നു നോക്കുമ്പോ കാണുന്ന കാഴ്ച, ജാരിയ എന്ന പെൺകുട്ടി വസ്ത്രങ്ങളെല്ലാം പിച്ചു ചീന്തിയിരിക്കുന്നു. ആബിദ് റളിയല്ലാഹു അൻഹു ആ ഹൈമേൽ നിൽക്കുന്നു. വന്നവർ ചോദിച്ചു, പെങ്ങളെ എന്തുണ്ടായി? ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, ഇവൻ പിന്നാലെ കൂടിയത് വെറുതെയല്ല. ഇപ്പൊ കണ്ടോ, എന്നെ അവൻ നശിപ്പിച്ചു. അത് തടയാൻ വേണ്ടി വന്ന സഈദയെ അവൻ കൊലപ്പെടുത്തി. സൽമാൻ ഫാരിസി രംഗം അറിഞ്ഞു. സൽമാൻ ഫാരിസിന്റെ കണ്ണെന്ന് കണ്ണീര് ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. പടച്ചോനെ, എന്തായി കേൾക്കുന്നത്? എന്തായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഹജ്ജാജികൾ സാക്ഷി. മഹാനായ സൽമാൻ ഫാരിസി വിറയാർന്ന കൈകളോടുകൂടെ അതും എഴുതി രേഖപ്പെടുത്തി. സഈദയെ കൊലപ്പെടുത്തി, ജാരിയയെ വ്യഭിചരിച്ചു. സാക്ഷികൾ ഹജ്ജാജികൾ മുഴുവൻ എഴുതി ഒപ്പിട്ടു. മഹാനായ സൽമാൻ ഫാരിസി പറഞ്ഞു, ഹജ്ജാജികളെ, ഇനി ഈ മനുഷ്യനെ നമ്മുടെ കൂടെ ഹജ്ജിന് കൊണ്ടുപോകാൻ പറ്റില്ല. ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ഒരു മരത്തിന്മേലേക്ക് ബന്ധിക്കുക, 2 പേര് കാവൽ നിൽക്കുക. മഹാനായ ഫളുൽ ആബിദ് 2 കൈയും ബേക്കിലേക്ക് കെട്ടി ഒരു മരത്തിനോട് ബന്ധിച്ചു. 2 പേരെ കാവൽ നിർത്തിക്കൊണ്ട് മഹാനായ സൽമാൻ ഫാരിസിയും ഹജ്ജാജികളും പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലേക്ക് പോയി. ഹജ്ജ് കർമ്മം കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്ന വഴിവക്കിൽ മഹാനായ ഫളുൽ ആബിദിനെയും കൂട്ടി മദീനയിലേക്ക് ഇങ്ങനെ പോവാ. മദീന വാസികളാണെങ്കിലോ മഹാനായ ഉമറുൽ ഫാറൂഖിന്റെ നേതൃത്വത്തിൽ മദീന വാസികൾ മുഴുവൻ വന്ന് മദീനയുടെ അതിർത്തിയിൽ വന്നിട്ട് ഹജ്ജാജികളെ സ്വീകരിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നു. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, ഹജ്ജാജികളാണ് വരുന്നത്, അവരെ വേണ്ട രൂപത്തിൽ സ്വീകരിക്കണം. ആളുകളൊക്കെ ഒരുമിച്ച് കൂടി. എല്ലാവരും നോക്കുന്നത് ഏറ്റവും മുൻപന്തിയിൽ ഫളുൽ ആബിദ് ഉണ്ടായിരിക്കുന്ന
മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളും ഹജ്ജാജികളെ സ്വീകരിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന മദീനക്കാരും ഫളുൽ ലാബിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ ആബിദ് റളിയല്ലാഹുവിനെ കാണുന്നില്ല. അവര് പരസ്പരം പറയാൻ തുടങ്ങി, ആബിദിനെ കാണാനില്ലട്ടോ, പടച്ചോനെ അസ്രായേൽ എങ്ങാനും വന്നോ, ആബിദ് റളിയല്ലാഹുവിനെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയോ, അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും ഞങ്ങൾക്ക് കഴിഞ്ഞില്ലേ. ആളുകൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരാൾ പറഞ്ഞു, അതാ മഹാനായ ഫളുൽ ആബിദ് ഏറ്റവും ബേക്കിൽ. ആളുകൾ നോക്കുമ്പോ രണ്ട് കൈയും ബേക്കിലേക്ക് പിടിച്ചു കെട്ടി അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നിരിക്കുന്നു. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഒറ്റവട്ടം നോക്കി, തല ഇങ്ങോട്ട് തിരിച്ചു. പടച്ചോൻ, എന്താണ് ഈ രംഗം, എന്താ ഈ കാണുന്നത്? ഹജ്ജാജുകൾ മുഴുവനും വന്നു. ആർക്കും സ്വീകരിക്കാനുള്ള ഉത്സാഹമില്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, അല്ലയോ സൽമാൻ, ആ ബേക്കിൽ കൈ കെട്ടി വരുന്നത് മഹാനായ ഫളുൽ ആബിദ് അല്ലേ? അതെ. എന്തുണ്ടായി? ഈ കുറ്റപത്രം മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ ഏൽപ്പിച്ചു. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആ കുറ്റപത്രം ഇങ്ങനെ വായിച്ചു. കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, മദീന വാസികളെ, നിങ്ങൾക്കെല്ലാവരുടെ മനസ്സിലും ഒരു ചോദ്യചിഹ്നമുണ്ട്. ആബിദ് തങ്ങൾക്ക് എന്തു പറ്റിയെന്ന് അറിയണ്ടേ? നാളെ രാവിലെ 10 മണിക്ക് മദീനയുടെ കോടതിയിൽ എല്ലാവരും എത്തിപ്പെടുക. നമുക്ക് തീരുമാനമുണ്ടാക്കാം. പിറ്റേ ദിവസം രാവിലെ ആളുകൾ മുഴുവൻ മദീന കോടതിയിലേക്ക് കൂട്ടം കൂട്ടമായി ഒഴുകാൻ തുടങ്ങി. അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ നീതിപീഠത്തിലേക്ക് കയറിയിരുന്നു. ഒരു ഭാഗത്ത് മഹാനായ ഫളുൽ ആബിദ് റളിയല്ലാഹു അൻഹു, മറുഭാഗത്ത് ജാരിയ. സൽമാനുൽ ഫാരിസിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ സൽമാൻ, എന്താ ഉണ്ടായത്? ഇത് വിശദീകരിക്കണമെന്ന് പറഞ്ഞപ്പോ മഹാനായ സൽമാൻ ഫാരിസി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മദീനത്തെ കോടതിയിൽ വന്ന് വിളിച്ചു പറയുന്നു, കഠിനമതായി തീർന്നല്ലോ, കണ്ടവരും ആശ്ചര്യം വീക്ഷിച്ചല്ലോ, പിന്നെ കാണുന്നോർക്കെല്ലാമേ ലീവത് ചൊല്ല. അത് പറയാൻ ഞാനില്ല, കഠിനമതായി തീർന്നല്ലോ, കണ്ടവരും ആശ്ചര്യം വീക്ഷിച്ചല്ലോ, പിന്നെ കാണുന്നോർക്കെല്ലാം എളിവത് ചൊല്ല. നാളത്തെ പരിപാടി ആരും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വൈകുന്നേര സമയത്ത് മജ്‌ലിസുൻ നൂറും കാര്യങ്ങളൊക്കെ ഉണ്ട് മഹാന്റെ ഹദ്റത്തിൽ വെച്ചിട്ട്. അതോടുകൂടി നല്ല ഭക്ഷണവും അന്നദാനമൊക്കെ ഉണ്ടായിരിക്കും. എല്ലാവരും നേരത്തെ വരണമെന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ മദീനത്തെ കോടതിയിൽ വെച്ചിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഓരോരുത്തരെയും വിചാരണ ചെയ്യുകയാണ്. മഹാനായ സൽമാൻ ഫാരിസി ഉള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. ഉടനെ ജാരിയോട് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ ജാരിയ, എന്താ ഈ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ? 100 വട്ടം സത്യം തന്നെയാ, ആ പറഞ്ഞതൊക്കെ സത്യം തന്നെയാ. മഹാനായ ഫളുൽ ആബിദിനോട് ചോദിച്ചു, ആബിദേ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അമീറുൽ മുഅ്മിനീൻ, ഞാൻ എന്ത് പറഞ്ഞിട്ടാ? ഇനി ഞാൻ എന്താ പറയേണ്ടത്? എനിക്കൊന്നും പറയാനില്ല. ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. ഇന്നേവരെ അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും ഈ ആബിദ് വേദനിപ്പിച്ചിട്ടില്ല. ഒരാളുടെ ധനവും ആബിദ് ഇന്നേവരെ മോഷ്ടിച്ചിട്ടില്ല. പക്ഷേ തെളിവുകളെല്ലാം എനിക്കെതിരായി പോയി. അമീറുൽ മുഅ്മിനീൻ, ഞാൻ നിരപരാധിയാ. ഹജ്ജാജികൾ എവിടെ? ഹജ്ജാജികൾ വന്നു. നിങ്ങളൊക്കെ ഈ രംഗത്തിന് സാക്ഷികളാണോ? അമീറുൽ മുഅ്മിനീൻ, ഞങ്ങളെല്ലാവരും ഇത് കണ്ടതാ. ഇത് കേൾക്കേണ്ട താമസം മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, മദീനാവാസികളെ, നമ്മളൊക്കെ പ്രവാചകന്റെ അനുയായികളാ. അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? എന്റെ മകൾ ഫാത്തിമ കട്ടാലും അവളുടെ കൈ ഞാൻ മുറിക്കുമെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാ നമ്മൾ. അള്ളാന്റെ റസൂലിന്റെ കൂട്ടുകാരനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തിനധികം ഞാനടക്കം ബഹുമാനിക്കണം ഒരു മനുഷ്യൻ. പക്ഷെ എന്ത് ചെയ്യാനാ? അദ്ദേഹം മോട്ടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിധി നടപ്പിലാക്കാൻ പോകുന്നു. മോട്ടിച്ച കുറ്റത്തിന് അദ്ദേഹത്തിന്റെ 2 കൈകളും മുറിച്ചു കളയുക.
വ്യഭിചരിച്ചതിന്റെ അറ്റ കാരണം കൊണ്ട് അവിവാഹിതനായതുകൊണ്ട് അദ്ദേഹത്തെ ഹദ്ദടിക്കുക, പെൺകുട്ടിയെ കൊന്നതുകൊണ്ട് ആബിദ് റളിയല്ലാഹുവിനെ തൂക്കിലേറ്റുക. ഈ വിധി അങ്ങോട്ട് പറഞ്ഞപ്പോ അവിടെ ഒരുമിച്ച് കൂടിയ മദീനാവാസികൾ മുഴുവൻ അരുതേ അരുതേ ചെയ്യരുതേ എന്ന് പറയണം, ഉറക്കെ വിളിച്ച് പറയണമെന്നുണ്ട്. പക്ഷേ ഉമറിന്റെ കോടതിയിൽ ഒരാൾക്കും ഒരു വാക്കും പറയാൻ സാധ്യമല്ല. ഈ വിധി നിർണയം കേട്ടപ്പോ ആബിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അങ്ങയുടെ വിധിയെ ഞാൻ മാനിക്കുന്നു. എന്റെ കൈകൾ മുറിച്ചോളൂ, എന്റെ ശരീരം അടിച്ചു പൊളിച്ചോളൂ, എന്നെ കൊന്നോളൂ. അവസാനമായി എനിക്കൊരു ആഗ്രഹമുണ്ട്. പടച്ച റബ്ബിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ അതിനുള്ളൊരു അനുമതിയെങ്കിലും ഈ കോടതി എനിക്ക് നൽകണം. ഇത് കേട്ടപ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, ആബിദേ, അന്യന്റെ മുതല് അത് മോട്ടിച്ചപ്പോ നിനക്ക് അറിയില്ലായിരുന്നു പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് പോവേണ്ടി വരുമെന്ന്? ഒരു പെണ്ണിനെ വ്യഭിചരിച്ചപ്പോ നിനക്ക് അറിയില്ലായിരുന്നോ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമെന്ന്? ഒരു പെണ്ണിനെ കൊന്നപ്പോ നിനക്ക് അറിയില്ലായിരുന്നോ ഇതിന് പ്രതികാരം ഉണ്ടാകുമെന്ന്? ഇതെല്ലാം ചെയ്തുകൊണ്ട് ഇതിനൊക്കെ ഒരു വിധി നടപ്പിലാക്കിയപ്പോ റബ്ബിന്റെ മുമ്പിൽ നിസ്കരിക്കണം പോലും അതിന് ഈ കോടതി അനുവദിക്കില്ല. ഇത് കേട്ടപ്പോ മഹാനായ ഫളുൽ ആബിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നീ എന്റെ മുഖത്തേക്ക് നോക്ക്, എന്നിട്ട് പറ, എന്റെ കൈകൾ ഒരു കൊലയാളുടെ കൈകളാണോ? ഇതൊരു വ്യഭിചരിച്ചവന്റെ ശരീരമാണോ? ഞാനൊരു കൊലയാളിയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇത് കേൾക്കേണ്ട താമസം അമീറുൽ മുഅ്മിനീൻ തല കീഴ്പോട്ടാക്കി 2 കണ്ണിന്നും കണ്ണീര് ധാരധാര ഒഴുകുന്നു. ഉമറുൽ ഫാറൂഖ് തങ്ങൾക്കറിയാം ഇയാളത് ചെയ്യില്ല, പക്ഷെ തെളിവില്ല, ഇത് കോടതിയാ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്ക്, വുളു എടുക്കാനുള്ള വെള്ളവും കൊടുക്ക്. മഹാനായ ആബിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലേക്ക് വുളു എടുക്കാനുള്ള വെള്ളം കൊടുത്തു. ആ വെള്ളപാത്രവുമായി മഹാനായ ഫളുൽ ആബിദ് റളിയല്ലാഹു അൻഹു ആ കൊലക്കളത്തിലേക്ക് ഇറങ്ങി. നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, തന്റെ 2 കൈകളും വെട്ടിമുറിക്കാനുള്ള കഠാര പട്ടാളക്കാർ മൂർച്ച കൂട്ടിയിരിക്കുന്നു. തന്റെ പുറം അടിച്ചു പൊളിക്കാനുള്ള ചൂരലിന്റെ കെട്ട് ഒരു ഭാഗത്ത് റെഡിയാക്കി വച്ചിരിക്കുന്നു. തന്നെ തൂക്കിലേറ്റാനുള്ള തൂക്കുകയറ് ആരാച്ചാർ അവിടെ കൊണ്ടുവന്ന് റെഡിയാക്കി വച്ചിരിക്കുന്നു. 2 റക്അത്ത് നിസ്കരിക്കാൻ വുളു എടുക്കാൻ കിട്ടിയ വെള്ളം അതറിയാതെ സങ്കടവും വേദനയും ഇത്രയും ആളുകളുടെ മുമ്പിൽ ഞാൻ വഷളായി പോയല്ലോ. മഹാനായ ആബിദ് റളിയല്ലാഹു അൻഹു വെള്ളം കുടിക്കാൻ വേണ്ടി ഒരുങ്ങിയത. ഇല്ല, ഈ വെള്ളം ഞാൻ കുടിക്കില്ല, ഉമറിന്റെ കോടതിയിൽ നിന്ന് എരന്ന് കിട്ടിയതാ. വുളു ഉണ്ടാക്കി 2 റക്അത്ത് നിസ്കരിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എഴുന്നേറ്റ് നിന്നു. മദീനാവാസികളോട് പറഞ്ഞു, മദീനാവാസികളെ, ഈ കൈകൾ കട്ടവന്റെ കൈകളല്ല, ഇതൊരു കൊലയാളിയുടെ കൈകളല്ല, ഒരു വ്യഭിചാരിയുടെ ശരീരമല്ല ഇത്. പക്ഷേ ഇവിടുത്തെ കോടതിയിൽ ഇതൊന്നും തെളിയിക്കാൻ എന്റെ കയ്യിൽ ഒരു തെളിവുമില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതൊന്നും എനിക്കൊരു വേഷേറോ പ്രശ്നമോ വേദനയോ അല്ല. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഇടയിൽ ജീവിച്ചൊരു വ്യക്തിയാ ഞാൻ. അറിഞ്ഞോ അറിയാതെയോ എന്റെ വാക്കിനാലോ പ്രവർത്തിയാലോ ആർക്കെങ്കിലും വല്ല വിഷമം നേരിട്ടെങ്കിൽ അതൊരിക്കലും മഹ്ശറയിലേക്ക് വെക്കരുത്. പൊറുത്തു തരണേ, അത് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം. ഈ പാവപ്പെട്ട ആബിദിനെ നിങ്ങൾ ശത്രുവാക്കി മഹ്ശറയിലേക്ക് കൊണ്ടുവരരുത്. മദീനാവാസികൾ മുഴുവൻ പൊട്ടിക്കരച്ചിലായിരുന്നു. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, ആരെവിടെ? അദ്ദേഹത്തെ പിടിച്ച് ശിക്ഷ നടപ്പിലാക്കൂ. പട്ടാളക്കാർ വന്നു ആബിദ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് ആ ബലിക്കല്ലിലേക്ക് കൊണ്ടുപോയി. ആ ബലിക്കല്ലിലേക്ക് 2 കൈകളും നീട്ടിവെച്ചു. മഹാനായ ഫളുൽ ആബിദ് കണ്ണ് പതുക്കെ പൂട്ടി അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പട്ടാളക്കാർ വാള് ഉയർത്തി നിൽക്കുന്നു. അമീറുൽ മുഅ്മിനീന്റെ കൽപ്പന കിട്ടിയാൽ ആ വാള് വെട്ടി കൈ മുറിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നു. ആബിദ് റളിയല്ലാഹു അൻഹു കലിമയും ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ സമയത്താണ് ആബിദ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത്, പടച്ചോനെ,
ഉമറുൽ ഫാറൂഖിന്റെ ഭരണകാലത്ത് ആബിദിന് വലിയൊരു ആപത്ത് വരാനിരിക്കുന്നുവെന്നും അന്ന് അലിയെ സംരക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾ കാണുന്നു അള്ളാന്റെ റസൂല് പറഞ്ഞു ഏൽപ്പിച്ചതാ. ഇതിലും വലിയൊരു ആപത്ത് ഇനി എന്താ എനിക്ക് വരാനുള്ളത്? പക്ഷെ അലി എവിടെ? അലി കൂഫയിലെ ഗവർണറാ. അലി വല്ലതും അറിയുന്നുണ്ടോ ഈ രംഗം? അള്ളാന്റെ റസൂല് ഏൽപ്പിച്ചതല്ലേ. അലി ഇങ്ങോട്ട് വരാതിരിക്കോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പെട്ടെന്നായിരുന്നു ഈറ്റപ്പുലിയുടെ ഗർജനം. മഹാനായിരിക്കുന്ന അലിയാർ തങ്ങള് അതാ ദുൽദുൽ എന്ന കുതിരപ്പുറത്ത് കയറി കുതിച്ച് കൊണ്ടുവരുന്നു. അല്ലാഹു അക്ബർ. ഈറ്റപ്പുലിയുടെ ഗർജനം കേട്ടതോടുകൂടി മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകള് എഴുന്നേറ്റു. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ദുൽദുൽ എന്ന കുതിര തന്റെ കുളമ്പടികൾ അടുപ്പിച്ച് വെച്ചിട്ട് ഓടി വരുന്ന കാഴ്ച മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, നിർത്ത്. മഹാനായിരിക്കുന്ന അലിയാർ തങ്ങൾ വരുന്നുണ്ട്, അദ്ദേഹം വരട്ടെ. അലിയാർ തങ്ങൾ നേരെ വന്നു, കുതിരയെ സ്റ്റോപ്പ് ചെയ്ത് ചാടി ഇറങ്ങി. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അല്ലയോ അമീറുൽ മുഅ്മിനീൻ, എന്താണ് ഈ മദീനയിൽ നിറയെ ആളുകൾ കൂടിയിരിക്കുന്നല്ലോ? ആ ബലിക്കല്ലിലേക്ക് വെച്ചത് ആബിദിന്റെ കൈകളല്ലേ? എന്തുണ്ടായി? ആ കുറ്റപത്രം എടുത്ത് കൊടുത്തു. അലിയാർ തങ്ങളത് വായിച്ചു. അലിയാർ തങ്ങൾ പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഈ കേസ് വിചാരണ ചെയ്തത് ശരിയായില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഒന്നും കൂടി ഞാൻ അന്ന് ഈ കേസ് പുനർവിചാരണ നടത്തട്ടെ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, പാടില്ല, ഇത് മദീനത്തെ കോടതിയാ. ഇവിടെ കോടതി നിയമം ഞാനാ വിധിച്ചത്. ഇനി ആ നിയമം മാറ്റി വിധിക്കണമെങ്കിൽ ഈ ഒരുമിച്ച് കൂടിയ മുഴുവൻ മദീനവാസികൾ പറയണം. അതുകൊണ്ട് ഞാൻ അവരോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, അല്ലയോ മദീനവാസികളെ, 1000 തന്ത്രങ്ങൾ അറിയുന്ന മഹാനായിരിക്കുന്ന അലിയാർ തങ്ങൾ ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നു. അനദാറുൽ ഹിക്മത്തി വഅലിയും ബാബുഹാ നബിയുനാ റസൂലുള്ളാഹി. ഹിക്മത്തിന്റെ വീടാണ്, പട്ടണമാണ് ഞാൻ എങ്കിൽ അതിലേക്ക് കടന്നു വരാനുള്ള ഡോറ് മഹാനായിരിക്കുന്ന അലിയാർ തങ്ങളാ. അതുകൊണ്ട് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് ഈ കേസ് പുനർവിചാരണ നടത്തണമെന്ന്. നിങ്ങൾക്ക് സമ്മതമാണോ? മദീനവാസികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, 1000 വട്ടം സമ്മതമാ. കേസ് ഒന്നും കൂടി പുനർവിചാരണ നടത്തുക തന്നെ വേണം. ഉടനെ മഹാനായിരിക്കുന്ന അലിയാർ തങ്ങള് അതാ വീണ്ടും സൽമാൻ ഫാരിസിയെയും അതുപോലെ തന്നെ ജാരിയെയും ഫളുൽ ആബിദിനെയും ഹജ്ജാജുകളെയും ഒക്കെ കൊണ്ട് വിളിച്ചു കോടതിയിലേക്ക്. വീണ്ടും കേസ് വിചാരണ നടത്തുക. ആബിദ് റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത് നിൽക്കുന്ന കൂട്ടില് ജാരിയോട് ചോദിച്ചു. ജാരിയ ഉള്ള സംഗതികളൊക്കെ പറഞ്ഞു കൊടുത്തു. സൽമാൻ ഫാരിസി കുറ്റപത്രം തയ്യാറാക്കിയ ആളാണല്ലോ, പിന്നെ വിചാരണ ചെയ്യേണ്ട ആവശ്യമില്ല. ഹജ്ജാജികളെ വിളിച്ചു, നിങ്ങൾ ഇതൊക്കെ കണ്ടവരാ? ഞങ്ങൾ കണ്ടു എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ വരുമ്പോ ഇതാണ് അവസ്ഥ, ഞങ്ങളത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഓഹോ, ഞാൻ വായിച്ചു. അപ്പൊ ഇതാണ് സത്യം അല്ലേ? അതെ. ജാരിയോട് വീണ്ടും ചോദിച്ചു, ഇതല്ലേ സത്യം? തീർച്ചയായിട്ടും തന്നെയാ സത്യം. മഹാനായ ഫളുൽ ആബിദിന്റെ അടുക്കിലേക്ക് മഹാനായിരിക്കുന്ന അലിയാർ തങ്ങൾ നടന്നു നീങ്ങി. ആബിദ് റളിയല്ലാഹു അൻഹു തല കീഴ്പോട്ടാക്കി അലിയാർ തങ്ങളുടെ അടുത്തേക്ക് ചെന്നിട്ട് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, ആബിദേ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരാളെയും മോഷ്ടിച്ച് ഒരു ഉപദ്രവം പോലും ചെയ്യാത്ത ഒരാളാണ്. ഈ പറഞ്ഞ തെറ്റുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ തെളിവുകൾ എന്റെ കയ്യിൽ നിരത്താൻ ഒന്നുമില്ല. പക്ഷെ ഞാൻ നിരപരാധിയാ. എനിക്കും എന്റെ റബ്ബിനും അറിയാം ഞാൻ നിരപരാധിയാ. ഇത് കേട്ടപ്പോൾ അലിയാർ തങ്ങൾ പറഞ്ഞു, അതെ ആബിദേ, താങ്കൾ നിരപരാധിയാ. ഇതിങ്ങോട്ട് കേൾക്കേണ്ട താമസം ജാരിയ പറഞ്ഞു, കണ്ടോ അമീറുൽ മുഅ്മിനീൻ കേസ് വിധിക്കുന്നു, അയാൾ കൊലയാളിയാണെന്ന് അമീറുൽ മുഅ്മിനീൻ വിധിച്ചു. നിങ്ങളിപ്പോ അങ്ങോട്ട് ഓടി വരിക, നിങ്ങളോട് പറയാ നിരപരാധിയാ. ഇത് എവിടെ തന്നെയായ? അലിയാർ തങ്ങൾ പറഞ്ഞു, ജാരിയ, ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്ക്. അരുണ മോഹന കതിരിലും ഗാംഭീര്യമുണ്ടാ തിരുമുഖത്ത്.
നീ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടും ഈ കേസൊക്കെ വന്നിട്ടും ഇതൊക്കെ വിധിയായിട്ടും അദ്ദേഹം ഒരു കൂസലുമില്ലാതെ നിൽക്കുന്നത് കണ്ടോ? അദ്ദേഹത്തിന്റെ ഈമാന്റെ പവറാണത്. നീ എന്നല്ല, ഒരു പെണ്ണുങ്ങളെ മുഖത്തേക്ക് നോക്കാത്ത മനുഷ്യനാ മഹാനായ ആബിദ് റളിയല്ലാഹു അൻഹു. 1000 പർവ്വതങ്ങൾ ഒന്നാകെ സ്വർണമായിട്ട് വന്നാലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ആബിദ് റളിയല്ലാഹു അൻഹു. നിന്റെ ഈ 1000 സ്വർണ്ണ നാണയം കണ്ടിട്ട് വീഴാന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ചിന്തിക്കുകയോ അതിനെപ്പറ്റി? അതുകൊണ്ട് സത്യം പറ. വെറുതെ ഒരു മനുഷ്യനെ അപകടത്തിലേക്കാണ് നീ വിടാൻ പോകുന്നത്. സത്യം പറ. ഞാൻ പറഞ്ഞൊക്കെ സത്യം തന്നെയാ. ഒന്നും കൂടി കേൾക്കണം നിങ്ങൾക്ക്. എന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്. ആ കുഞ്ഞിന്റെ പിതാവ് ഈ നിൽക്കുന്ന ആബിദ. ഓഹോ, അങ്ങനെയൊരു കഥ ഉണ്ടോ? ആ ഉണ്ട്. അതാ കുറ്റപത്രത്തിൽ എഴുതിയിട്ടില്ല എന്നുള്ളൂ. ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല എന്റെ വയറ്റിൽ കുഞ്ഞ് വളരുന്നുണ്ട്. അപ്പ അലിയ തങ്ങൾ പറഞ്ഞു, ശരി എങ്കിൽ നിന്റെ വയറ്റിലുള്ള ആ കുഞ്ഞിനെ കൊണ്ട് തന്നെ ആ സത്യം പറയിപ്പിക്കുന്നത്. അപ്പൊ ജാരി പറഞ്ഞു, ഓഹോ അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞപ്പോ മഹാനായിരിക്കുന്ന അലിയാർ തങ്ങൾക്ക് അരിശം, ദേഷ്യം പിടിച്ച മഹാനായിരിക്കുന്ന അലിയാർ തങ്ങൾ ആ ദുൽഫുഖാർ എന്ന വാളിങ്ങോട്ട് വലിച്ചൂരി തലക്ക് മീതെ ആ ദുൽഫുഖാർ എന്ന വാളിങ്ങോട്ട് വട്ടം കറക്കിക്കൊണ്ട് പറയുന്നു, അലിയാരും ദുൽഫുഖാറും ചുഴറ്റുന്നേ വട്ടത്തിൽ, അലിയാരും ദുൽഫുഖാറും ചുഴറ്റുന്നേ വട്ടത്തിൽ, ഒരു പൈതൽ പിറന്നിടുന്നേ പിറന്നിടുന്നേ, നരകത്തിൽ നിന്നും എന്നെ രക്ഷിച്ചുള്ള പെരിയോനെ, നരകത്തിൽ നിന്നും എന്നെ രക്ഷിച്ചുള്ള പെരിയോനെ, അലിവിനും അവളോട് ചോദിക്കുന്നേ ചോദിക്കുന്നേ വട്ടത്തിൽ, അലിയാരും ദുൽഫുഖാറും ചുഴറ്റുന്നേ വട്ടത്തിൽ, അലിയാരും ദുൽഫുഖാറും ചുഴറ്റുന്നേ വട്ടത്തിൽ, ഒരു പൈതൽ പിറന്നിടുന്നേ പിറന്നിടുന്നേ, നരകത്തിൽ നിന്നും എന്നെ രക്ഷിച്ചുള്ള പെരിയോനെ, നരകത്തിൽ നിന്നും എന്നെ രക്ഷിച്ചുള്ള പെരിയോനെ, അലിവിനും അവളോട് ചോദിക്കുന്നേ ചോദിക്കുന്നേ. മഹാനായിരിക്കുന്ന അലിയാർ തങ്ങൾ ദുൽഫുഖാർ എന്ന വാൾ തലക്ക് മീതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വട്ടത്തിൽ പറക്കിക്കൊണ്ട് പറയുന്നു, പടച്ച റബ്ബേ, മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഈ നിൽക്കുന്ന ആബിദ് റളിയല്ലാഹു അൻഹു അപകടം വരുമെന്നും അന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത അലിയെ നിങ്ങൾ കാണുന്നു അല്ലാഹുവിന്റെ റസൂൽ അന്ന് എന്നെ ഏൽപ്പിച്ചതാ. അത് സത്യം പോലെ സൂര്യപ്രകാശം പോലെ നീ വ്യക്തമാക്കി തന്നേക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാനായിരിക്കുന്ന അലിയാർ തങ്ങൾ ആ ദുൽഫുഖാർ എന്ന വാൾ പരത്തി പിടിച്ചുകൊണ്ട് ജാരിയ എന്ന പെൺകുട്ടിയുടെ അടിവയർ നോക്കിയേ, ഒരൊറ്റ അടിയങ്ങ് കിട്ടേണ്ട താമസം ജാരിയ എന്ന പെൺകുട്ടി പ്രസവിച്ചു. ആ കൊലക്കളത്തിലേക്ക് ഒരു ചോര പൈതൽ ഉറ്റു വീണപ്പോ മഹാനായിരിക്കുന്ന അലിയാർ തങ്ങൾ ചോദിച്ചു, മോനെ നിന്റെ വാപ്പ ആര്? ഉടനെ ആ കുഞ്ഞ് വിളിച്ചു പറയുന്നു, എന്റെ പിതാവ് റൈഹാനുൽ അസ്വദ് എന്നങ്ങ് വിളിച്ചു പറഞ്ഞപ്പോൾ കളത്തിലെ ചോര പൈതൽ വിളിച്ചു പറയുന്നലിയാരെ, കൊലക്കളത്തിലെ ചോര പൈതൽ വിളിച്ചു പറയുന്നലിയാരെ, കൊലയും കൊള്ളയും നടത്തിയതിനോട് മാധവാണലിയാരെ മാധവാണലിയാരെ, കൊലക്കളത്തിലെ ചോര പൈതൽ വിളിച്ചു പറയുന്നലിയാരെ, കൊലക്കളത്തിലെ ചോര പൈതൽ വിളിച്ചു പറയുന്നലിയാരെ, കൊലയും കൊള്ളയും നടത്തിയതെന്നോട് മാധവാണലിയാരെ മാധവാണലിയാരെ. മഹാനായിരിക്കുന്ന അലിയാർ തങ്ങൾ ചോദിച്ചു, മോനെ നിന്റെ പിതാവ് ആരിയത്? ആ ചോര പൈതൽ വിളിച്ചു പറയുന്നു, എന്റെ പിതാവ് റൈഹാനുൽ അസ്വദ്. ഇത് കേൾക്കേണ്ട താമസം മദീന വാസികളുടെ കൂട്ടത്തിൽ നിന്ന് റൈഹാനുൽ അസ്വദ് ഓടി വന്നുകൊണ്ട്, അമീറുൽ മുഅ്മിനീൻ മാപ്പാക്കണേ, പൊറുക്കണേ, എന്റെ അടിമ എന്റെ യജമാനത്തിയായി പോയി. ഉണ്ടായ സംഭവങ്ങൾ മുഴുവനും മദീനത്തെ കോടതിയിൽ റൈഹാനുൽ അസ്വദ് വെട്ടി തുറന്ന് പറഞ്ഞപ്പോ മഹാനായിരിക്കുന്ന അലിയാർ തങ്ങൾ പറഞ്ഞു, പടച്ച റബ്ബ് നമ്മെ രക്ഷപ്പെടുത്തി, എന്റെ ദൗത്യം ഞാൻ പൂർത്തീകരിച്ചു. ഇനി തീരുമാനമുണ്ടാക്കേണ്ടത് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളാ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, മദീനവാസികളെ, ഞാൻ നീതിയാ നടപ്പിലാക്കിയത്. പടച്ച റബ്ബിന്റെ ഖളാ, ആ മനുഷ്യനെ വെറുതെ ശിക്ഷിക്കാൻ പടച്ച റബ്ബ് തീരുമാനിച്ചില്ല. അലിയാർ തങ്ങൾ വന്ന് രക്ഷപ്പെടുത്തി. അതുകൊണ്ട് ആ തെറ്റ് ചെയ്തത് മുഴുവൻ ജാരിയാണെന്ന് ഈ കോടതിയിൽ ഇവിടെ
തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആബിദ് റളിയല്ലാഹു അൻഹു വിധിച്ച ആ ശിക്ഷ മുഴുവനും ഞാൻ ഈ ജാരിയയില് ഇതാ വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതോടുകൂടി പട്ടാളക്കാർ വന്ന് ജാരിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ ആബിദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞപ്പോ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളും അലിയാർ തങ്ങളും ഓടി വന്ന് ആബിദ് റളിയല്ലാഹു അൻഹു അണഞ്ഞൂട്ടി പിടിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആബിദേ, പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് ഇബാദത്ത് ചെയ്താൽ എന്ത് പരീക്ഷണം ഉണ്ടായാലോ അതിലൊക്കെ ക്ഷമിക്കുക, പടച്ച റബ്ബിന്റെ പ്രതിഫലമുണ്ട്. ആബിദേ, ഇന്ന് പ്രതിഫലങ്ങളെ കൊണ്ട് ഇഷ്ടംപോലെ പ്രതിഫലം നേടി. ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് നമ്മളൊക്കെ ഇരു ലോകത്തും വിജയിപ്പിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ മദീനാവാസികൾ മുഴുവനും സന്തോഷം കൊണ്ട് അവർ കണ്ണീര് തുടച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിയോടുകൂടി ആബിദ് റളിയല്ലാഹു അൻഹു അലിയാർ തങ്ങൾ വലത്തെ ഭാഗത്തും ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇടത്തെ ഭാഗത്ത് നിന്നുകൊണ്ട് ആബിദ് റളിയല്ലാഹു അൻഹു ആ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ മദീനാവാസികൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി അവർ തിരിച്ചു പോകുമ്പോ ജാരിയ എന്ന പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത് ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി പട്ടാളക്കാർ കൊണ്ടുപോകുമ്പോ കൊലക്കളത്തിലെ ചോര പൈതൽ എന്ന പേരോടുകൂടി ഞങ്ങൾ ഈ കഥ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ പാടിയതും പറഞ്ഞതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ.